യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഫേസ്ബുക്കിലെ എല്ലാം കുടുംബാംഗങ്ങൾക്കും ഹെവൻലി ഫീസ്റ്റിന് ഇത് ഭയങ്കര റെക്കോർഡാണല്ലോ. റെജി ബ്രദർ ചാടി ഫസ്റ്റായിട്ട് വന്നേ. തൊട്ട് കുറേ മാത്യു റോയ്, കാർത്തിക മൂന്നാമത്തെ, അനീഷ് കെസിയ നാലാമത്തെ. ഹല്ലേലൂയ. റെജി ബ്രദർ ഇന്ന് എനിക്ക് തോന്നുന്നു ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നൊരു സംശയം. സോണിയ ഫോർത്ത്, ഫിഫ്ത്ത്, മിൽട്ടൺ ജോസഫ്, ടെറി, കാരൻ, ടോം. കാരനും ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. പ്രതീക്ഷ, ജോസിൽ, എവ്രി വൺ, ശ്രീജിത്ത്, എവ്രി വൺ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. It is a great joy again to be back to the 60th day of our inner chamber. 2 മാസമായിട്ട് ഒന്നും ആയിട്ടില്ല. Isn't it amazing? Yeah, the word of God is so, and I am fully loaded. I am so much loaded with the word of God. That we have not, നമുക്ക് എവിടെയോ എത്താൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. ആൻഡ് ഓരോ പ്രാവശ്യം when I receive your WhatsApp messages, emails, messenger inbox, yesterday messenger inbox എനിക്ക് തോന്നുന്നു ഫുള്ളായി. അതുപോലെ I was so happy for the emails and inboxനകത്ത് വന്ന messages about they were so happy of the clarity, കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടി. വളരെ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് വാസ് ജോയ്. നമ്മുടെ അറിവില്ലായ്മ മാറുവാണെങ്കിൽ വി വിൽ ബി സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആൻഡ് ടുമോറോ, നാളത്തെ മെസ്സേജ് ആരും മിസ് ചെയ്യരുത്. ഇറ്റ് മൈറ്റ് സീം എ മോട്ടിവേഷണൽ മെസ്സേജ്, ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്തപ്പോൾ ആദാമിനെ പോലെ അല്ല റിസ്റ്റോർ ചെയ്തത്, തന്നെ പോലെയാണ് റിസ്റ്റോർ ചെയ്തത്. ആദാം ദൈവത്തിൻ്റെ സ്വരൂപമായിരുന്നു, പക്ഷെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വരൂപമാക്കി മാറ്റി. സോ ടുമോറോ ഐ എം ഷെയറിങ് സർട്ടൻ തിങ്സ് ഓഫ് ഇമാജിനേഷൻ. ഞാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്കൽറ്റിയാണ്. We can see things even with our eyes closed. നമ്മുടെ കണ്ണടഞ്ഞിരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. ആ ഫാക്കൽറ്റി ദൈവം തന്നിരിക്കുന്നത് വിഷനും എൻവിഷൻ ചെയ്യാനാണ്, നമുക്ക് ലോകത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാനാണ്. എന്നാൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഈ പുസ്തകത്തെ, ബൈബിളിനെ ഒരു മതഗ്രന്ഥമായിട്ടെടുത്ത് ഒത്തിരി ഫോൾസ് സ്പിരിച്വാലിറ്റി, റിലിജിയോസിറ്റി എന്ന് പറയുന്ന വാക്കായിരിക്കും, മതഗ്രന്ഥമാക്കി മാറ്റി. എന്നാൽ ഇതിനകത്ത് ദൈവം തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ വാഴ്ചയുടെ ജീവിതത്തിൽ യു ആർ സോ പവർഫുൾ. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പവർ, ദാറ്റ് വാട്ട് എവർ യു ഡിസയർ ഇറ്റ് വിൽ ഹാപ്പൻ. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് just reading the word, and പൗലോസ് താൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദിനംതോറും ചാകുന്നു എന്ന് പറയുമ്പോൾ, ഹൗ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ എഫെസസിനെ കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് പറയുന്നത്. ആൻഡ് ഹി സേസ് സംതിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. ഹൗ ഈവിൾ, അത് ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Of course, I am going to come on giving today also. 1 Corinthians 15 മലയാളത്തിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ക്ലിയർ. പക്ഷേ 1 Corinthians 15:33, do not be deceived. Evil company corrupts good habits. നമ്മുടെ ചുറ്റുമുള്ള കമ്പനി, നമ്മുടെ never go below a standard. ഈവിൾ കമ്പനി, നമ്മൾ സ്പിരിച്വലായിട്ടും
വിശ്വാസത്തിലും നമ്മളെ വളർത്തുന്നവരുടെ കൂടെ പോയി ഇരിക്കാവുള്ളൂ. താൻ ഇത് പറയുന്നത് ഐ ഡൈ ഡെയിലി എന്ന് പറയുന്നത് 31-ാമത്തെ വാക്യമാണ്. എൻ്റെ മലയാളത്തിൽ നിങ്ങൾ വായിക്കുന്നേക്കാളും നല്ലത് ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും. ഐ അഫേം മൈ ബോസ്റ്റിംഗ് ഇൻ യു വിച്ച് ഐ ഹാവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഐ ഡൈ ഡെയിലി എന്ന് പറയുന്നത് if in the manner of men I fought with beasts at Ephesus. എഫെസസ് വെച്ചുണ്ടായ അനുഭവം താൻ പറയുകയാണ്, ഒരു മൃഗത്തെ പോലെ ഞാൻ അവരോട് യുദ്ധം ചെയ്തു. മൃഗങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ, അതായത് ജഡികന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ മൃഗങ്ങളെ പോലെ അവർ നിൽക്കുന്നത്. മലയാളത്തിൽ വായിക്കുമ്പോൾ മൃഗങ്ങളോട് യുദ്ധം ചെയ്ത പോലെ ആയിപ്പോകും. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് മെൻ ഹു ആർ ചലഞ്ചിങ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന തത്വം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇഫ് ദ ഡെഡ് ഡു നോട്ട് റൈസ്, നമ്മളുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ പാപം മോചിക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേൽക്കും. ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന് വിപരീതമായി പറഞ്ഞവരോട് ഞാൻ മൃഗത്തെ പോലെ യുദ്ധം ചെയ്തെന്ന. പക്ഷെ മലയാളം വായിച്ചാൽ മൃഗങ്ങളോട് യുദ്ധം ചെയ്ത പോലെ ആയിപ്പോവും. മനസ്സിലായോ? ജഡിക മനുഷ്യൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ, ഹീസ് ജസ്റ്റ് ലൈക്ക് എ ബീസ്റ്റ്. സോ ആൻഡ് ദെൻ ഹീ സേസ്, അവരുടെ കൂടത്തിൽ നിന്നും ഐ ജസ്റ്റ് അബ്സ്റ്റെയിൻഡ് ഈവിൾ. ആൻഡ് ദെൻ ഹീ സേസ്, ഡു നോട്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾ ചതിക്കപ്പെടരുത്. ഈ ചതിവിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം, ഡിസെപ്ഷൻ്റെ ഏറ്റവും വലിയ ദോഷം, നമ്മൾ അറിയത്തില്ല നമ്മൾ ഡിസീവ്ഡാണ്. നമ്മൾ അറിയത്തില്ല. നമ്മൾ ഓർക്കും അത് തന്നെയാണ് സത്യം, ഈ പുനരുദ്ധാനമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാതെയാണ്, എല്ലാവരും ജീവിക്കും മരിക്കും, യേശു ഒന്നും വരാൻ പോകുന്നില്ല. ഇങ്ങനത്തെയൊക്കെ നുണകൾ പറഞ്ഞ് ആൾക്കാർ ഡിസീവ് ചെയ്യുമ്പം അങ്ങനെ പറയുന്നവരുടെ കമ്പനിയിൽ നിന്നും മാറിക്കോണം. കാര്യം എന്താ? നമ്മുടെ ചിന്താഗതികൾ, ഈ സദൃശ്യവാക്യങ്ങൾ പറയുന്നു, മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അവൻ അതുപോലെ ആയി പോകും. ആസ് എ മാൻ തിങ്സ്. ഞാൻ നാളത്തെ മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഞാൻ അനിയോടും റോഷനയോടും സംസാരിക്കുകയായിരുന്നു. എൻ്റെ ചെറുപ്പം, ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച സ്കൂള് മോൾഡ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ, അന്ന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഓർത്തെ. എനിക്ക് സ്കൂളിൽ കൂട്ടുകാരെ വേണമെങ്കിൽ എനിക്ക് കോമ്പറ്റീഷൻ സക്സസ് എന്ന് പറഞ്ഞ ഒരു മാസികയുണ്ട്. അതിനകത്ത് IAS ടോപ്പേഴ്സും IPS ടോപ്പേഴ്സും അവരുടെ ജീവിതങ്ങളും പിന്നെ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതൊക്കെയാണ് അവർ എഴുതുന്നത്. നൗ അത് വായിക്കണം. അതുപോലെ റീഡേഴ്സ് ഡൈജസ്റ്റ്. എൻ്റെ കൂട്ടുകാർ അന്ന് വേണമെങ്കിൽ സിനിമക്കാരും അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഋഷി കപൂർ എന്നൊക്കെ പറയാം. അത് പറഞ്ഞാൽ ആരും എൻ്റെ കൂടെ കൂടത്തില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ കൂട്ടുകാർ ആ സ്കൂൾ മോൾഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യണം? വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി കമ്പനി വർത്താനം പറയണമെങ്കിൽ അവർ പറയുന്നത് IAS ടോപ്പർ ഇങ്ങനെയായിരുന്നു പഠിച്ചത്. അപ്പോൾ ഞാനും ശരി എന്ന് പറയണമെങ്കിൽ തലേദിവസം ഇതും വായിക്കണം. പഠന പുസ്തകത്തിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ജനറൽ നോളജും ഇതൊക്കെ വായിച്ചിട്ട് ചെന്നാലേ കൂട്ടുകാരുള്ളൂ. അപ്പം നമ്മൾ വളരെ പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചോണം. കാര്യം കേൾക്കുന്നതാണ് മനസ്സിനകത്ത് ഇമേജായിട്ട് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന മുമ്പേ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് ഈ ജനങ്ങൾ റിബല്യസ് ആയിട്ട് ദൈവത്തിനെതിരെ അവർ ഒരു സിറ്റി കെട്ടുപടുത്താൻ നോക്കുക. ബാബേൽ ഗോപുരം എന്ന് പിന്നീട് പറയുന്ന അത് അവിടെ ദൈവം പോലും പറയുന്നൊരു വാക്കുണ്ട്, ഇവരുടെ ഭാഷ ഒന്ന് എന്ന് വെച്ചാൽ ഇവരൊറ്റ മനസ്സാണ്. ഇവർ നിരൂപിക്കുന്ന അഥവാ ചിന്തിക്കുന്ന കാര്യം തടയാൻ ആർക്കും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ദൈവത്തിന് പോലും തടയാൻ പറ്റത്തില്ല. ഇവിടെ ആണ് റോമർക്കെഴുതിയ ലേഖനം പറയുന്നത്, ലോകത്തിന് തക്കോണം, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം, ട്രാൻസ്ഫിഗർ ചെയ്യണമെന്നാണ്, ട്രാൻസ്ഫോം യുവർ മൈൻഡ്. അതിനെക്കുറിച്ചാണ് നാളെ. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് മെനി തിങ്സ് ആൻഡ് കർത്താവ് അനുവദിച്ചാൽ ഐ ആം ഗോയിങ് ടു റൈറ്റ് എ ബുക്ക്
ബുക്ക്ലെറ്റ് റാദർ, പെട്ടെന്ന് വായിക്കാവുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റ്, ഹൗ ടു അൺലോക്ക് ഗോഡ്സ് പൊട്ടൻഷ്യൽ ഇൻ യു. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്കുന്നത് ദൈവം എല്ലാം ചെയ്യുമെന്ന. ദൈവം ചെയ്യാനുള്ളത് മുഴുവൻ ക്രിസ്തു യേശുവിൽ ചെയ്ത് കഴിഞ്ഞു. നൗ ഹീ ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു ആൻഡ് ഓൺ മീ ടു എക്സിക്യൂട്ട് ഇറ്റ്. സോ വെരി ക്ലിയർ. നാളത്തെ മെസ്സേജ് പ്രത്യേകം ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും മിസ് ചെയ്യരുത്. ഡോണ്ട് ആൻഡ് പീപ്പിൾ ഹു വാണ്ട് ടു വീണ്ടും അത്യാവശ്യമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം is that we should aspire bigger dreams and bigger visions. നമ്മളെ തന്നെ നോക്കി പലപ്പോഴും ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ട, ഈ ചിന്തകളെല്ലാം ഓവർകം ചെയ്യാനാണ് ദൈവവചനം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്തിലും. സോ നാളെ ഞാൻ സാധാരണ പറയുന്ന ആ വാക്ക്, ഇറ്റ്സ് എൻവിഷനിങ് യുവർ സെൽഫ് ആൻഡ് ടു ഡു ബിഗ് തിങ്സ്. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ കഴിയുന്നത് 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാനാണ് നോക്കുന്നത്. പക്ഷേ അത് ഐ വിൽ കണ്ടിന്യൂ ഇൻ ദിസ് ലൈവ് ഇന്നർ ചേംബർ എന്ന് പറയുന്നത്. ഇന്നർ ചേംബർ കർത്താവിൻ്റെ കൂടെ ടൈം അലോൺ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡൗൺലോഡിങ്. ഇറ്റ് ഈസ് ദറ്റ് എന്നാ പറയുന്നത്, ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂവലിംഗ് ടൈം. നമ്മുടെ അകത്തൊരു ഫ്യൂവലാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ സഭായോഗത്തിൽ പറയാറുണ്ട്. ചർച്ച് എന്ന് പറയുന്നത്, സഭയെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ റെഫ്യൂജ് സ്റ്റേഷൻ, ഇറ്റ്സ് എ ഫ്യൂവലിംഗ് സ്റ്റേഷൻ. സഭായോഗത്തിൽ വരുക എന്ന് പറയുമ്പോൾ അഭയം തേടി കരഞ്ഞുപോയി വരുന്നവരല്ല. അവർക്ക് വലിയ ദർശനമുള്ളവരാ. പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കുന്ന ആര്, പരിശുദ്ധാത്മാവിനെ ഇനിയും എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സൂപ്പർ നാച്ചുറൽ, ഒരു പെരിഫറൽ ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു എന്നാ പറയണ്ടേ, ഒരു ഇമോഷണൽ ചേർണിങ് അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ നിലവാരം, ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞ് നമ്മുടെ സ്പിരിറ്റിൽ ഇടുക. 1/3 ഓഫ് മീ ഈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിച്ചപ്പോൾ, ദൈവവചനം വീണ്ടും ജനിപ്പിച്ച പുതിയ സൃഷ്ടിയായപ്പോൾ എൻ്റെ സ്പിരിറ്റ് മാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതേ അനുരൂപമാണ്. സോ മൈൻഡ്, നോളജ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് കിട്ടുമ്പോൾ ആണ് ഞാൻ ആരാന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, യു വിൽ ബി. അതുകൊണ്ട് ഈ ടൈം അലോൺ വിത്ത് ഗോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റിൽനെസ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ആൻഡ് മറ്റൊരു കാര്യം, ഒരു ലക്ഷ്യം, ഒരു ദർശനം ഒരാൾക്കുണ്ടോ, എന്നാ പ്രതികൂലം ഉണ്ടെങ്കിലും അതിനെ മറികടക്കും. ഈ തളർന്നു പോകുന്ന ആരാന്ന് ചോദിച്ചാൽ അപ്പുറത്തൊരു ദർശനമില്ലാത്തവരാ. സോ ഇറ്റ് ഈസ് എ വിഷൻ. കാസ്റ്റ് യുവർ വിഷൻ. നിങ്ങൾക്ക് വാട്ട് യു വോണ്ട് ടു ഡു, ഇറ്റ് ഈസ് ദ ഹോൾ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് വെർ യു ആർ എൻകറേജ്ഡ്, വെർ യു ആർ എ ചാമ്പ്യൻ, വെർ യു ഹാവ് ടു ഡു ഗ്രേറ്റർ തിങ്സ് ഇൻ ജീസസ്. അതുകൊണ്ടാണല്ലോ ഈ 2 കൊരിന്ത്യർ 6:1 തുടങ്ങുന്നത്. 6:1 വചനം, 2 കൊരിന്ത്യർ 6-ാം അധ്യായം, വി ദെൻ ആസ് വർക്കേഴ്സ് ടുഗെദർ വിത്ത് ഹിം. 2 കൊരിന്ത്യർ 6:1 പറയാണ്, വി ദെൻ ആസ് വർക്കേഴ്സ് ടുഗെദർ വിത്ത് ഹിം ഓൾസോ പ്ലീഡ് വിത്ത് യു നോട്ട് ടു റിസീവ് ദ ഗ്രേസ്. വർക്കർ ടുഗെദർ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കോ വർക്കർ വിത്ത് ഹിം എന്നാണ്. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടോ. മലയാളത്തിൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ സഹപ്രവർത്തിക്കാരാ. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിക്കേ, ഹിം എന്നുള്ളത് ക്യാപിറ്റൽ എച്ച്, ദൈവത്തെക്കുറിച്ച്. അപ്പം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡും ആ ലെവലിലും ഇന്ന് ദൈവത്തിൻ്റെ പകരക്കാരനാണ് പുതിയ സൃഷ്ടി. സോ വെൻ ഐ കം, ഞാൻ ഇന്ന് രാത്രി അത് തീർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യാം. ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. സോ വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഹിം. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാകേണ്ടത്. എനിക്ക് അറിഞ്ഞൂടാ എവിടുന്ന ഈ ദാരിദ്ര്യ ചിന്താഗതികൾ
സഭയ്ക്കകത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ ദരിദ്രന്മാരായിരിക്കണം, അവർക്ക് പണമൊന്നും പാടില്ല, വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ നല്ല വീട്ടിൽ താമസിക്കരുത്, നല്ലതൊന്നും ഉപയോഗിക്കരുത്, എന്നാൽ അവർ ഉപയോഗിച്ചാൽ ഉടനെ അവരെ പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞ് മുദ്രയിടുക. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരൻ എങ്ങനെയായിരിക്കണം? അല്ല, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 21 23 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ യോഹന്നാൻ സുവിശേഷം 14, 15, 16, 17 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്, ഇറ്റ്സ് ഓൾ റെവലേഷൻ. 14 21 23 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 23 വായിച്ചു. 23. യേശു അവരോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കൂ എന്ന് പറഞ്ഞാൽ വചനത്തിൽ നടക്കും. വചനത്തിൻ്റെ കേൾവിക്കാരല്ലായിരിക്കും, വചനത്തിൽ നടക്കും. എന്നെ സ്നേഹിക്കുന്നവർ, കാര്യം എൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാകും. യേശുവിനെ സ്നേഹിക്കുന്നവൻ, ഞാൻ യേശുവിൽ ഉള്ള കഷ്ടത കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സഫറിങ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കയ്യിൽ പൈസയും ഇല്ലാതെ പുവർ ഡ്രസ്സ് ആയിട്ട് നിൽക്കുന്ന, ഞാൻ എൻ്റെ ശുശ്രൂഷകരോടും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, ഡ്രസ് പ്രോപ്പർലി, യു ബി പ്രസൻറ്റബിൾ. കാര്യം എന്താ? യു ആർ എൻ അംബാസിഡർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, യു ആർ എ സിറ്റിസൺ ഓഫ് ഹെവൻ. അപ്പോൾ ഓർത്തെ, എന്തൊരു തല ഉയർത്തി വേണം നടക്കാൻ, ഡ്രസ്സിങ് മാത്രമല്ല. അതുകൊണ്ട് ഈ പൗലോസ് തിമത്തിയോട് പറയുന്നുണ്ട്, യു ഷുഡ് നോ ഹൗ യു ഓട്ട് ടു കണ്ടക്ട് യുവർ സെൽഫ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ആ വചനം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. കണ്ടക്ട് 1 തിമത്തി 3:15. യു ഷുഡ് നോ ഹൗ യു ഷുഡ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പോകുമ്പോൾ മാന്യമായിട്ട് പോകണമെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ദൈവസഭയിൽ യു ഓട്ട് ടു നോ ഹൗ യു ഷുഡ് കണ്ടക്ട് യുവർ സെൽഫ്. സത്യത്തിൻ്റെ തൂണും വായിച്ചു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. എങ്ങനെയാ അവിടെ യു ഷുഡ് വോക്ക്. ഇറ്റ് ഈസ് കണ്ടക്ട്. അപ്പോൾ യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എവിടെയും, ഞാൻ ഇത് പറഞ്ഞല്ലോ ഇന്നലെ, കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷകരോടും പറഞ്ഞു, പൈസ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും മാന്യത വിട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അപ്പോസ്തോലിക ഘനം കളയരുത്. നമ്മുടെ ഇല്ലായ്മ ആരോടും പറയും. ചില സമയത്തൊക്കെ നമുക്ക് കാണത്തില്ല ഒന്നും. നമ്മൾ ഈ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ ഒരു മനുഷ്യരോടും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ഇന്നും ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ, ഞങ്ങൾക്ക് വെറും കഞ്ഞിവെള്ളം ഊറ്റിയാണ് ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കുന്നത്, ഒന്നും പറയത്തില്ല. തൻ്റെ അതുപോലെ സ്നേഹിക്കുന്ന ഭർത്താവിനെ. അപ്പം ഇല്ലായ്മ മറ്റാരും അറിയത്തില്ല. വീട്ടിലെ വരവും നടപ്പും ഒക്കെ കണ്ടാൽ ഭയങ്കര, എന്നെ കണ്ടാൽ തന്നെ എപ്പോഴും ടിപ്പ് ടോപ്പായിരിക്കും നടക്കുന്നത്. എൻ്റെ കാരണം എന്താ? ഐ ആം എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഹയർ കിങ്ഡം. അതുകൊണ്ട് ദൈവസഭയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവസഭയിൽ നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം എന്താ? സഭയെന്ന് പറയുന്നത് 1 തിമത്തി 3:15 ഒന്നുകൂടെ ഒന്ന് വായിക്കണം. അനി ഒന്നുകൂടെ. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് കണ്ടക്ട് യുവർ സെൽഫ്. ഇംഗ്ലീഷിൽ കണ്ടക്ട് യുവർ സെൽഫ് എന്ന് വെച്ചാൽ നോ ഹൗ ടു പ്രസന്റബിൾ ആയിരിക്കണം. യു ഹാവ് ടു. അപ്പം ദൈവസഭയെന്ന് പറയുന്നത് സത്യത്തിന് അടിസ്ഥാനവും തൂണെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡിങ് സഭയാണ്. ഈ കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഏത് കെട്ടിടവും നിൽക്കുന്ന തൂണുകളുടെ പുറത്താണ്. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നത് അടിസ്ഥാനവും, ഇത് രണ്ടുമാണ് ഏറ്റവും അത്യാവശ്യം. അതാണ് ദൈവത്തിൻ്റെ സഭ. വേൾഡ് ഷുഡ് ലേൺ ഫ്രം ദ ചർച്ച്. സഭയായിരിക്കണം ലോകത്തിന് മാതൃക. ഇതിപ്പം ലോകത്തിൽ നിന്നും കടമെടുത്ത പലരും പ്രസംഗിക്കുന്ന ദൈവവചനത്തിനകത്തുള്ള മർമ്മം പറയുന്നില്ല.
ക്രിസ്തു യേശുവിൽ ഞാൻ ആരാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് എന്താ, ആൾക്കാർ മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ അടുത്തോ അവർ പറയുന്നതിന് അടിസ്ഥാനമില്ല. അതിനേക്കാളും പവർഫുൾ ദൈവവചനത്തിൻ്റെ ബാക്കിംഗ് ഉണ്ട്. നോ, അതുകൊണ്ടാണ് യേശു പറയാണ്, നോക്ക്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആ വചനം മുഴുവൻ ഇംപ്ലിമെൻ്റ് ചെയ്യും. എന്നിട്ട് വായിച്ചു യോഹന്നാൻ്റെ സുവിശേഷം 14, യു വിൽ കീപ് മൈ വേർഡ് ആൻഡ് മൈ ഫാദർ വിൽ ലവ് ഹിം. വായിച്ചു 1:14-23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അപ്പോൾ വചനം പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാരുടെ മനസ്സിനകത്ത് ഭയങ്കര കട്ടിയാന്ന. വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. ഇപ്പം നിങ്ങളുടെ അസൂയ പാടില്ല, പിണക്കം പാടില്ല. ഇതെല്ലാം എവിടെ എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. എവിടെ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചേ. എനിക്ക് ഒരാളോട് ദേഷ്യം വരുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങളുടെ ശ്രദ്ധ ദർശനത്തിൽ നിന്ന് മാറി ആ വ്യക്തിയിലോട്ടാകും. പിശാചിൻ്റെ തന്ത്രം അതാ. നിങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പകരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവിത കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. Now, it is something which is very important. നമ്മൾ ദൈവവചനത്തിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞത് മുഴുവൻ പ്രാക്ടിക്കൽ കാര്യമാണ്. ഈ ബൈബിൾ മുഴുവൻ പ്രാക്ടിക്കലാണ്. നമ്മളിതിനെ മതത്തിൻ്റെ വേഷം ധരിപ്പിച്ചത് കൊണ്ടാണ് കുഴപ്പിച്ച്. നമ്മൾ ഓർക്കുന്ന ഇതെല്ലാം ചെയ്താൽ എങ്ങനെയും കുഴപ്പമില്ലാത്ത ജീവിതം. പ്രിയമുള്ളവരെ, ചിലർ ഒരു ഇമെയിൽ എനിക്ക് ലഭിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടും ചില പ്രതിസന്ധികളിലൂടെ ഞാൻ നേരിടുന്നു. യേശു പറഞ്ഞത് എന്താ? ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ പാറയിന്മേൽ പണിതിരിക്കുന്ന ഭവനം പോലെയാണ്. അതിൻ്റെ മേൽ കാറ്റടിച്ചു, വൻ കാറ്റടിച്ചു, തിരമാല വന്നു, പല കാര്യം സംഭവിച്ചു, അത് കുലുങ്ങിയില്ല. അപ്പോൾ യേശു എന്ന അടിസ്ഥാനത്തിൽ പഠിയുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നല്ല, എന്ത് വന്നാലും അതിനെ അതിജീവിക്കും. അതിൻ്റെ കാരണം അകത്തൊരു ഉറപ്പുണ്ട്, ഞാൻ ആരാണ്. നമ്മളൊരു ഒരു വചനം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇന്ന് കൊടുക്കുന്ന കാര്യത്തിൽ സാമ്പത്തിക കാര്യം സംസാരിക്കും. ഇന്നും നാളെയും ഐ വിൽ ഗോ ത്രൂ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ആൻഡ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആകാനാണ്. സോ ദൈവത്തിൻ്റെ ഇറ്റ് ഈസ് ഗോഡ്സ് പർപ്പസ്. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് ഞാൻ പറഞ്ഞു. ഐ എം സോ ലോഡഡ് വിത്ത് ദ വേർഡ്. ഹല്ലേലൂയ. സോ യേശു പറഞ്ഞ വാക്കിലോട്ട് തിരിച്ചു വരാം, വാക്കിലോട്ട് വരാം. ആൻഡ് ആ വചനം വായിച്ചിട്ട് പോകാതായിരിക്കും നല്ലത്. വായിച്ചു. എന്റെ പിതാവ് അവരെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Now, യേശു പറയുന്ന ഈ വാക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ സർവശക്തനായ ദൈവം എൻ്റെ അകത്ത് വാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ പോലും ദരിദ്രനാകുമോ? നെവർ. the whole glory, the King of glory is staying inside of me. അപ്പോൾ ഇതിൻ്റെ ഉറപ്പ് എവിടെയാണ്? ദൈവത്തിൻ്റെ സ്നേഹം. അത് റോമർക്ക് എഴുതിയ ലേഖനം. ഐ വിൽ കം ബാക്ക് ടു ദിസ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഈ വാക്ക് ഞാൻ പറയുമ്പോൾ, ഇറ്റ് ഈസ് വെൻ ദ ഗ്ലോറി കംസ്, ദ ഗ്ലോറി അട്രാക്ട്സ് എവറി ഗുഡ് തിങ്. ഗ്ലോറി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? നല്ലത്, വെളിച്ചം, സമൃദ്ധി, അല്ലേ? അപ്പോൾ ആ മഹത്വത്തിൻ്റെ രാജാവ് വസിക്കുന്ന ഇടമായി ഈ ശരീരം. അവിടെ അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യത്തിന് ഇടമുണ്ടോ? അപ്പോൾ മനസ്സൊന്ന് പുതുക്കിയാൽ മതി. നോ, ഗോഡ്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലായാൽ മതി. ദൈവത്തിൻ്റെ ഹിതം എന്താ? ദൈവത്തിൻ്റെ ഹിതം നന്മയാണ്. ദൈവത്തിൻ്റെ ഹിതം ആരോഗ്യമാണ്. അതിനകത്ത് രോഗത്തിൻ്റെ ചിന്ത വരും. ഇന്ന് കോവിഡിൻ്റെ കാര്യം, കോവിഡിൻ്റെ ഭയം, ഞാൻ ഈ സ്ഥാനത്തെ കാണാൻ പോകുന്നത് കാര്യം എന്താ? ഇത് കേട്ടു അതിൻ്റെ ഇതായിരിക്കും, ചുമ വരും, അതിൻ്റെ പിന്നെ എന്താ, മനസ്സിനകത്ത് കോവിഡ് ആണെന്ന് ധാരണയിലാണ് നടക്കുന്നത്. നോ, അതിൻ്റെ പകരം ഏത് പ്രതിസന്ധിയിലും വചനമുണ്ട്. എനിക്ക് ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. എൻ്റെ ഒരു വശത്ത് 1000 വലത്ത് ഭാഗത്ത് 10,000 വീഴും. അപ്പം
ആ ഒരു ഉറപ്പും ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഫ്രം ദ വേൾഡ്. സോ മനസ്സിനകത്ത് വേണ്ടാത്ത നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഹൃദയത്തിലെ നിരൂപണങ്ങൾ. എപ്പോഴും കാണുന്നതും കേൾക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത് കേൾക്കുന്നത് സൂക്ഷിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചുറ്റും ഇളിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കണം. പണ്ട് ബെർണാഡ് ഷോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. നിൻ്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരാരാന്ന് നീ പറഞ്ഞാൽ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി പറയാം. ബിക്കോസ് അവരാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രേഡ് കുറഞ്ഞ, ഞാൻ അപ്പോസ്തോലിക ഘനം എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥത്തിലാണ് പറയുന്നത്, ഗ്രേഡ് കുറഞ്ഞ കാര്യങ്ങളിൽ പോകാതെ ഫിക്സ് എ വിഷൻ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു 10 വർഷം കൊണ്ട് എന്താ പോകുന്നത്? ഡെവലപ്പ് എ വിഷൻ ഇൻ യു. ദൈവം തന്നിരിക്കുന്ന ഒരു താലന്ത്, ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഈ ബിസിനസ് ചെയ്യുമ്പോഴും ഞാൻ ബിസിനസ് തുടങ്ങിയ സമയം മുതൽ ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും എനിക്ക് മുകളിലായിരുന്നു. കാര്യം എൻ്റെ ബിസിനസ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിരുന്നു. എന്നെ പാതിരയ്ക്ക് വിളിച്ചാലും മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയിരുന്നു. അപ്പം എക്യുപ്മെൻറ്റ് നന്നാകാനായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നില്ല, അവർക്കൊരു ഫ്രീഡം ഉണ്ട്. എന്നെ വിളിച്ചാൽ ഞാൻ വരും. അവർ ഉടനെ ബില്ലെന്താ? ഞാൻ പറയും ബില്ല് വേണ്ട. റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഒരു രോഗി വന്ന് കിടക്കുമ്പോൾ നിങ്ങളുടെ ഈ മെഷീൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ഓടി വന്ന് നന്നാക്കുന്നതിന് ബില്ല് തന്നാൽ ഞാൻ മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഐ ബിൽറ്റ് അപ്പ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് എന്നാ പറ്റി? കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം എനിക്കില്ലായിരുന്നു. ഞാനത് കർത്താവ് ഇല്ലാത്ത സമയത്താണ്. എന്നാൽ കർത്താവ് വന്നപ്പോഴോ എൻ്റെ എല്ലാം ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്, ഹൗ ക്യാൻ അതേഴ്സ് ബി ഹെൽപ്ഡ് ത്രൂ മീ. ആ മോഡ്യൂൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. നൗ ഹിയർ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ നമ്മൾ യു ക്യാൻ ബി എ മോർ ദാൻ കോങ്കറർ. അതാ ഈ അപ്പോസ്തല റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 35 മുതൽ വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് 34 മുതൽ വായിച്ചു. ഈ കാര്യം നിങ്ങളുടെ അകത്ത് ഉറപ്പിക്കണം. ദിസ് ഇസ് എ ഫൗണ്ടേഷൻ ആയിരിക്കണം. വായിച്ചു. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ക്രിസ്തു യേശു മരിച്ചിട്ട് ആ ഒരു ബോധ്യം അകത്തുണ്ടാകണം. യേശു എനിക്ക് വേണ്ടി മരിച്ചു. കാരണം അവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. അല്ല, എൻ്റെ ഫൗണ്ടേഷൻ എന്താ? മരണം, യേശുവിൻ്റെ മരണം. ആ മരിച്ചത് കൊണ്ടാണ് തൻ്റെ രക്തമുഖാന്തരം എനിക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ലഭിച്ചത്. ഉയർത്തെഴുന്നേൽപ്പിനാണ് നീതീകരണം ലഭിച്ചത്. വീണ്ടെടുപ്പും ശുദ്ധീകരണവും നീതീകരണത്തിൻ്റെ ഫലമാണ് നീതിബോധം, അതിധൈര്യം. അതുകൊണ്ടാണ് യേശു മരിച്ചു ഉയർത്തെഴുന്നേക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് അതിനെക്കുറിച്ച് ആദ്യമേ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഭയം മാറിപ്പോകും. സോ അവിടെ പറയാണ്, യേശു മരിച്ചവൻ, മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. പിന്നെ 34, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഇന്റർസെഷൻ, പ്രാർത്ഥിക്കുക. അതാ എനിക്ക് പിതാവാം ദൈവത്തിന്റെ അടുക്കൽ പോകാനുള്ള ധൈര്യം. പിതാവാം ദൈവമാണ് പുത്രനെ അയച്ച് എന്നെ വിടുവിച്ചത്. എനിക്ക് കൂട്ടായ്മ വേണമായിരുന്നു. നമ്മുടെ മനസ്സിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ ഒരു കാര്യം അങ്ങ് ഉറപ്പിക്കണം. സ്പിരിറ്റിനകത്ത് അത് ഉറപ്പിക്കണം. എന്താ ഉറപ്പിക്കണ്ടേ? പിതാവാം ദൈവമായി ഇതിൻ്റെ പിന്നിൽ മുഴുവൻ. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും യേശുവാണ് പ്രവർത്തിച്ചത്. പക്ഷേ അതിൻ്റെ പ്ലാൻ പിതാവാം ദൈവത്തിൻ്റെ ആയിരുന്നു. നോക്കിക്കേ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, ഇവിടുന്ന് മാറ്റരുത്, ഒരു കൈ ഇവിടെ വെച്ചുകൊണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ദിസ് ഇസ് പിതാവാം ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ആരാ നമ്മളെ വിടുവിച്ചത്? ഇതിൻ്റെ പ്ലാൻ ആരായിരുന്നു? എല്ലാവരും പറഞ്ഞു യേശുവാ. അല്ല, പിതാവാം ദൈവം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ നമ്മെ വായിച്ചു. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്
തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ അപ്പൊ ഇതിന്റെ മുഴുവൻ പ്ലാൻ പിതാവിൻ്റെയാ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ 16 യേശു പറയുന്നുണ്ട് 27 വാക്യം, പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ എന്നാ പറയുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ എനിക്ക് ഒരു എന്നാ പറയണ്ടേ എന്നാ പറയണ്ടേ ഹിച്ചക്കനെ ഒരു സംശയം വേണ്ട. ഐ എം അക്സെപ്റ്റഡ്. എനിക്ക് എന്നാ മനസ്സിനൊരു ചഞ്ചലനം വേണ്ട. എനിക്ക് പിതാവാം ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാം. അപ്പം യേശു എനിക്ക് വേണ്ടി മരിച്ചു. എനിക്കുള്ള അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലാനുള്ള യോഗ്യത പിതാവാം ദൈവം പുത്രനാം യേശുവിലൂടെ ഗോഡ് അപ്പോയിൻറ്റഡ്. ഇറ്റ് ഈസ് സോ ഗ്ലോറി അല്ലേ? ഗോഡ് അപ്പോയിൻറ്റഡ് സേവിയർ, ഗോഡ് അപ്പോയിൻറ്റഡ് ഇൻ്റർസെസറാ യേശു എനിക്ക് വേണ്ടി. ഓർത്ത് നോക്ക്. ആൻഡ് ഗോഡ് അപ്പോയിൻറ്റഡ് അഡ്വക്കേറ്റ്. ഞാൻ തെറ്റിപ്പോയാൽ അപ്പോഴേ അഡ്വക്കേറ്റ് എഴുന്നേക്കോ എനിക്ക് വേണ്ടി. ഇത് മുഴുവൻ പിതാവാം ദൈവം എന്നോട് സ്നേഹിച്ച സ്നേഹത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ത്രൂ ക്രൈസ്റ്റ്. അപ്പോൾ ഒന്ന് ആ അതിവിശുദ്ധ സ്ഥലത്തോട്ട് പോകാൻ ഒരു തരത്തിലും ചിലർ ചോദിക്കും, എന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അകത്ത് ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാം. കർത്താവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ രക്തത്താൽ കഴുകും. പിന്നെയും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കൺഫെസ് ചെയ്തു, തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ശേഷം കർത്താവെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ആ ഉറപ്പ് തരാതിരിക്കുന്ന മനസ്സിനകത്ത് പോരാടുന്ന പിശാച പറയുന്നത് ഇല്ല അത് അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ 1 യോഹന്നാൻ 1:9 പറയുന്ന ദൈവം വിശ്വസ്തൻ, അവൻ്റെ വിശ്വസ്തതയും നീതിയാണ് നിങ്ങളോട് ക്ഷമിക്കുന്നത്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്നാ? വാക്ക് മാറത്തില്ല. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ, മാനസാന്തരമായി തെറ്റിപ്പോയി, കാര്യം ഹയർ ലെവലിലായിരുന്നു നമ്മൾ നടക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ തെറ്റ് പറ്റി. അപ്പോഴേ അഡ്വക്കേറ്റായിട്ട് ഗോഡ് അപ്പോയിൻറ്റഡ് അഡ്വക്കേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിപ്പുണ്ട്, യേശു ക്രിസ്തു. ഇവിടെ നോക്കിക്കേ, റോമർക്ക് എഴുതിയ ലേഖനം പറയാം, യേശു അല്ലേ മരിച്ചത്, മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റത്. വായിച്ചു റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം. ഗോഡ് ദ ഫാദർ, ഗോഡ് മൈ ഫാദർ, ഫാദർ ഓഫ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ്. യേശുവിൻ്റെ പിതാവാം ദൈവം തന്നെ എൻ്റെ പിതാവും. ആൻഡ് ഐ ഹാവ് ആൻ ആക്സസ് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. 34 ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ട്. പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച് എന്നെ എങ്ങനെയും വീണ്ടെടുക്കാൻ തൻ്റെ പ്രാണത്യാഗം ചെയ്ത യേശു അവിടെ ഇരിപ്പുണ്ട്. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. സച്ച് എ കോൺഫിഡൻസ് വി ഹാവ്. എന്തൊരു ഉറപ്പാണ് നമുക്ക് ധൈര്യമുള്ളത് അല്ലേ? അപ്പോൾ ആ ഉറപ്പും ധൈര്യം അവിടെ ഉള്ളപ്പോൾ അടുത്ത വാക്ക് പറയുകയാണ്, വായിച്ചേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര്? ഈ പിള്ളേർ കുഞ്ഞായിരുന്നപ്പം 2 റോണക്കും രോഹിത്തും കഴിഞ്ഞിട്ട് റോഷന വന്നതുകൊണ്ട്, പെൺകുഞ്ഞായതുകൊണ്ട് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ റോഷനായിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പം ആണുങ്ങൾ റോണക്കും രോഹിത്തും ഒക്കെ പറയും, ഞങ്ങൾ പോയി പപ്പായോട് പറയുമ്പം ഈ റോഷന ഉടനെ പോയി പപ്പായോട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യത്തില്ല, പപ്പയുടെ ഫേവറേറ്റാണ് ഞാൻ. ആ ഉറപ്പ്, യേശുവിന് എന്നോടുള്ള സ്നേഹത്തെ ആർക്കും വേർപിരിക്കാൻ പറ്റത്തില്ല. അൺകണ്ടീഷണലായി സ്നേഹം, ആ ധൈര്യം ഉറപ്പുണ്ടായിരിക്കണം പ്രിയ. അതാ സ്പിരിറ്റിനകത്തെ കൺവിക്ഷൻ. ജീസസ് ലവ്സ് മീ അൺകണ്ടീഷണലി. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചു. ഇന്നും താൻ എനിക്ക് വേണ്ടി, ഞാൻ ആകേണ്ടിയ സ്ഥലത്ത് ഞാനായിരുന്നു ശപിക്കപ്പെട്ടവൻ, ഞാനായിരുന്നു പാപി, ഞാനായിരുന്നു കുഴപ്പക്കാരൻ. പക്ഷെ യേശു എൻ്റെ പകരക്കാരനായി അത് മുഴുവൻ തൻ്റെ മേൽ ചുമന്നു.
ഹി ലവ്സ് മീ സോ മച്ച്. ഇനി ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കോപപാത്രമല്ല ഞാൻ, കരുണയുടെ പാത്രമാണ്. ആ കരുണയുടെ പാത്രത്തിൽ നിന്നും മഹത്വം ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് നമ്മുടെ ഈ മാഗസീൻ, ഈ പത്രം റിലീസാകും. അതിനകത്ത് റോനക്കൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫയർ. അത് വായിച്ചു വരുമ്പം ഇംഗ്ലീഷിലാണ്, യു വിൽ ബി ഓൺ ഫയർ. ഈ ആർട്ടിക്കിൾ ഇറ്റ് വിൽ ബി സെൻറ്റ് ടു എവറി വൺ. വായിച്ചു താഴെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാ ആര്? കഷ്ടതയോ, നോക്കിക്ക് അവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇതിനൊന്നും. എന്നിട്ട് അതിന് 37 വായിച്ചു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഏതാ മോളി പറഞ്ഞ ഏതൊക്കെയാ? വാള്, പട്ടിണി, സങ്കടം. അതിനകത്ത് പൂർണ്ണ ജയം, മോർ ദാൻ കോൺകറർ എന്ന് പറയുന്നത് ഏതിനകത്താ? ഈ മോളി പറഞ്ഞിരിക്കുന്ന സാധനത്തിന്. സങ്കടം വരാം, ഭയം വന്നേക്കാം, പ്രയാസം വന്നേക്കാം, വാളോ പട്ടിണിയോ. അതിലൊക്കെയും യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പിലാണ് യു ബിക്കം ദ മോർ ദാൻ കോൺകറർ. ദ ലവ് ഓഫ് ഗോഡ്, ദ ഫൗണ്ടേഷൻ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം. സാധാരണ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ കുലുക്കം വരുമ്പോൾ ഉടനെ ഞാൻ ദൈവത്തെ ദൈവം എന്നോട് എന്താ ചെയ്തേ? അത് ബിക്കോസ് യു ഡോണ്ട് നോ ഹിം, ബിക്കോസ് യു ഡോണ്ട് നോ ഹിസ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് നോട്ട് അറ്റ് ഓൾ. ഞാൻ അതുകൊണ്ടാണല്ലോ ഈ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമായിട്ടാണ് എഫീഷ്യർ 5 എഴുതിയിരിക്കുന്നത്. ആ എഫീഷ്യർ 5 ഒരു ഭാര്യയും ഭർത്താവും, താനാണ് ആ മണവാളൻ, ഞാൻ മണവാട്ടിയ. ഒരു നല്ല ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കുറവോ തൻ്റെ ഭർത്താവ് നോക്കുന്നില്ല, ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചില കാര്യങ്ങളിലൊക്കെ മാനസിക സംഘർഷമുണ്ട്. പക്ഷേ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം എന്നെ കൊണ്ടുപോകും ജയാളിയായിട്ടും എനിക്കറിയാം. ദാറ്റ് ഈസ് മോർ ദാൻ കോൺകറർ. ഐ വിൽ കോൺകർ ദിസ്. ഞാൻ ഈ കാണുന്ന ഈ മോളിൽ ഇതിലൊക്കെയും എഴുതിയിരിക്കുന്നത് അല്ലേ, ഇതിലൊക്കെയും എന്ന് പറയുന്നത് മോളിൽ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങളിൽ ഞാൻ ജയാളിയാകും. എങ്ങനെ? കർത്താവായ യേശുവിൻ്റെ സ്നേഹത്താൽ. പലപ്പോഴും അവിടെ ആ ഒരു ചഞ്ചലിപ്പ് വരുന്നത്. ഞാൻ എടുത്ത വിശ്വാസം ശരിയാണോ? പരിശുദ്ധാത്മാവൻ, ഗോഡ് ലവ്സ് യു ആൻഡ് ഗോഡ് ലവ്സ് യു വെരി വെരി മച്ച്. വളരെ വളരെ സ്നേഹിക്കുന്നുണ്ട്. സോ മനസ്സിനകത്തുനിന്ന് ആ ഭയം മാറ്റിക്കളയണം. കർത്താവിന് എന്നോട് ദേഷ്യമാണോ? ഇനി എന്നിൽ എന്തെങ്കിലും പോരാഴികളുണ്ടോ? ആ പോരാഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. അതങ്ങ് അനുസരിച്ചാൽ മതി. അതാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നിരന്തരം വെക്കേണ്ടത്. അപ്പം ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും അത് വേണ്ട എന്ന് പറയുമ്പം അത് വേണ്ടെന്നങ്ങ് വെക്കണം. ആ ഒന്നിനോടും ഞാൻ പറയാം, ആരോടും ഒന്നിനോടും ഒരു അതിർവിട്ട അറ്റാച്ച്മെൻറ്റ്സ് ഇല്ല, ഒന്നിനും ലോകത്തോടില്ല. അതിൻ്റെ കാരണം എൻ്റെ നാഥൻ്റെ കൂടെ എന്നേക്കും വാഴാനായിട്ട് എന്നെ. ഇറ്റ്സ് ദ ലവ് ബിയോണ്ട് ദ ഗ്രേവ്. ഈ ലോകത്തിലെ എല്ലാം സ്നേഹങ്ങളും കരുതലുകളെല്ലാം കല്ലറ വരെ ഉള്ളൂ. പക്ഷേ ഈ യേശുവിൻ്റെ ഞാനുമായിട്ടുള്ള ബന്ധം ആ നിത്യത വരെ പോകുന്ന ബന്ധമാണ്. സോ എന്ത് വിഷയമുണ്ടെങ്കിലും ഐ എം നോട്ട് അറ്റ് ഓൾ അഫ്രെയ്ഡ്. 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ദൈവഹിതമായിരിക്കും എന്ന് പറഞ്ഞിരിക്കത്തില്ല. ഹിതമറിയും. ദൈവഹിതം നന്മയാണ്. അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ് എല്ലാ നൽവരങ്ങളും എല്ലാ നല്ല ദാനവും തികഞ്ഞ വരും. യാക്കോബ് 1:17 ഇറ്റ് ഈസ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്. ഒന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, ആൻഡ് ദർ ഇസ് നോ ഷാഡോ ഓഫ് ടൈം. ഷാഡോ ഇല്ല ദൈവത്തിൽ. ഒരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇരുട്ടോ നിഴലോ വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശു ക്രിസ്തുവിലുള്ള എൻ്റെ അവകാശമായി യേശുവിൻ്റെ നാമം ഉപയോഗിക്കാനുള്ള ശക്തി. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ പവർ അല്ല അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ ഐ ആം വിഷ്വലൈസിങ് ആ രോഗം യേശു ക്രൂശിലെടുത്തത്. യേശു ക്രിസ്തു എൻ്റെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടായി. മത്തായി സുവിശേഷം 8:17 അവൻ സകല രോഗങ്ങളും സകല ബലഹീനതകളും അവൻ്റെ മേൽ ചുമന്നു.
എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബലഹീനതയും രോഗവും യേശുവിൻ്റെ ക്രൂശിലോട്ട് കണ്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക ചെയ്യുന്നത്. കമോൺ ഗെറ്റ് ഔട്ട്. കാര്യം എന്താ? ഇതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞിരിക്കുക. യു ഷുഡ് സീ യുവർ സെൽഫ് ഹീൽ. പല രോഗികളും പല വെല്ലുവിളികളിലൂടെ പോകുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കാണണം നിങ്ങൾ സൗഖ്യമായത്, നിങ്ങൾ കാണണം ആ സാമ്പത്തിക വ്യവസ്ഥ മാറിയത്. റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിൻ്റെ തന്ത്രം നമ്മുടെ മനസ്സിനകത്ത് ഇടിവ് കൊണ്ടുവരുവാൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ വാക്കിനാലല്ല നിങ്ങൾ ഇടുങ്ങിയത്, നിങ്ങളുടെ കൂട്ടുകെട്ടിനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈവിൾ ഈ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ മനസ്സ് ഇതിനെ മുഴുവൻ മോൾഡ് ചെയ്യുന്നത് നമ്മൾ എന്താ കേൾക്കുന്നത്, നമ്മൾ എന്താ കാണുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ വിശ്വാസം പറയുന്നവരായിരിക്കണം. എന്ത് തകർന്നാലും ഇല്ല തകരത്തില്ല എന്ന് പറയുന്ന, വേണ്ടെന്ന് പറയേണ്ടവരെ വേണ്ടെന്ന് പറയണം. നാളത്തെ മെസ്സേജിനകത്ത് ഞാൻ യേശു ഐറോസിൻ്റെ മകളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ലൂക്കോസ് 8 ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ യേശു അവിടെ തൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട്, പിന്നെ ഒരു 100-200 പേര് കൂടെ ഉണ്ട്. അവരെ ആരെയും കൊണ്ടുപോയില്ല ഈ മരിച്ച കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ. അവിടെ വരെ എല്ലാവരുടെ കൂടെ ചെന്നിട്ട് പത്രോസും യോഹന്നാനും യാക്കോബും ഇന്നർ കോർ ടീം ഉണ്ടായിരുന്നു. അവരെ മാത്രം, പിന്നെ അപ്പൻ്റെ മമ്മയും, അവരെ എല്ലാവരെയും കൂടെ അകത്തോട്ട് കൊണ്ടുപോയി. അവിടെ കരയുന്നവരുണ്ടായിരുന്നു. അവരെ കരഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ പോയെ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളോട് സഹതപിക്കുന്നവരുടെ കൂട്ടത്തിൽ അയ്യോ നിങ്ങൾക്ക് എന്നാലും ഇത് പറ്റിയില്ല, അത് കേട്ട് അങ്ങനെ കേൾക്കരുത്. നമുക്കൊരു രസമാണ് അത് കേൾക്കാൻ. ഞാൻ അവിടെ നിന്ന് പൊങ്ങുക തന്നെ ചെയ്യും. ഇല്ല, ഇങ്ങോട്ട് പറയുന്നാലും മോളെ നിനക്കിതെല്ലാം വന്നു, ഇല്ല എനിക്ക് വന്നിട്ടില്ല, ഞാൻ അവിടുന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് ശരിയായിരിക്കാം, പക്ഷേ ഇതല്ല എൻ്റെ എൻഡ്. ഐ എം ഗോയിങ് ടു അറൈസ്. യേശു എന്താ ചെയ്തത്? കരഞ്ഞവരെ വെളിയിലാക്കി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കരഞ്ഞവരെ എല്ലാം വെളിയിലാക്കി, വേറെ ആരെയും കേട്ടില്ല. ഐ ടെൽ യു, ചിലരോട് ഗെറ്റ് ഔട്ട് പറയേണ്ടവരോട് ഗെറ്റ് ഔട്ട് പറഞ്ഞിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും അതിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നവരെ വേണം കൂട്ടു നിൽക്കാൻ. അല്ലാത്തവരെ കൊണ്ട് ഗെറ്റ് ഔട്ട് പറയാൻ മേലെ നിങ്ങൾ അവിടെ നിന്ന് മാറിക്കും. ഞാൻ ചെയ്യുന്നത്, എനിക്ക് അങ്ങോട്ട് പറയാൻ മേലെ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറിക്കോളും. കുറ്റം പറയുന്നവരും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, അവരുടെ കൂട്ടത്തു നിന്ന് വായിടാൻ പോലും പോകരുത്. ബിക്കോസ് യു ഹാവ് എ ഗോഡ്ലി വിഷൻ. ദൈവത്തിൻ്റെ ദർശനമായ വൻ കാര്യങ്ങൾ ചെയ്യാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നാളത്തെ മെസ്സേജ് മിസ് ചെയ്യരുത്. ഐ ട്രൈഡ് മൈ ലെഫ്റ്റ് ടു കൺസൈസ് ഇറ്റ്, പക്ഷേ ഐ വാസ് ലോഡഡ് വിത്ത് ദ വേർഡ് ആൻഡ് ഐ വിൽ ടെൽ യു ഹൗ ഇറ്റ് ഈസ്. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിനെ തടയാൻ നിങ്ങൾക്കും എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഗോഡ്സ് പ്ലാൻ ഓൺ എർത്തിനെ ലിമിറ്റ് ചെയ്യാൻ നിങ്ങൾക്കും എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ദേ ലിമിറ്റഡ് ദ ഹോളി വൺ. ദൈവത്തിൻ്റെ പ്ലാനിനെ ലിമിറ്റ് ചെയ്ത് കളഞ്ഞു അവർ. അത് ചിന്താഗതികളുടെ വ്യത്യാസം. അതുകൊണ്ട് ഇത്രയും ജനലക്ഷങ്ങൾ അവിടുന്ന് ഇറങ്ങിയെങ്കിലും കനാൻ ദേശത്തിൽ പ്രവേശിച്ചത് 2 പേരാണ്. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ, അവർ ദൈവം പറഞ്ഞു കനാൻ തരാമെന്ന്. അവർ ഉറ്റി നോക്കാൻ പോയപ്പോൾ പറഞ്ഞു ഇത് നമുക്കുള്ളതാണ്. ബാക്കി എല്ലാവരും പേടിച്ചു പോയി. അവരുടെ മനസ്സിനകത്ത് ദൈവം പറഞ്ഞ വാക്കങ്ങ് മറന്നു. അവർ കണ്ടത് വിശ്വസിച്ചു. നമ്മൾ കണ്ടതല്ല വിശ്വസിക്കുന്നത്, കാഴ്ചയിലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. സാമ്പത്തിക കാര്യത്തിലേക്ക് മടങ്ങി വരാം. സാമ്പത്തിക കാര്യത്തിലേക്ക് ചിലർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ ടൈത്ത് അങ്ങനെയാണെങ്കിൽ എവിടെ കൊടുക്കണം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈത്ത് കൊടുക്കേണ്ടത് നമ്മളായിരിക്കുന്ന സഭയല്ല. നമ്മുടെ ഹെവൻലി ഫീസിനകത്ത് ഒരു ടൈത്തിൻ്റെ ഒരു എൻവലപ്പ് ഉണ്ട്. അതിലല്ലാതെ ടൈത്ത് വേറെ എങ്ങും കൊടുക്കരുത്. ചിലർ ചോദിച്ചായിരുന്നു, ടൈത്ത് അങ്ങനെയാണെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കാവോ? നോക്ക്, 3 തരത്തിലുള്ള കൊടുപ്പുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ വേലയിൽ അല്ലെങ്കിൽ എനിക്ക് ദൈവം, അതാ പെർഫെക്റ്റ് സ്റ്റൂവർഡ്ഷിപ്പ് എന്ന് പറയും. ഞാൻ ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് മാനേജർ എന്ന് പറയുന്നത് അവിടെ കോടിക്കണക്കിന് ലോക്കറി രൂപ ഉണ്ടെങ്കിൽ പോലും അയാളുടേതല്ല. അയാൾ അവിടെ ഇരിക്കുന്നത് പെർഫെക്റ്റ് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ ഡിസ്പേഴ്സൽ പോയിൻ്റാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 9-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും. വിതയ്ക്കുന്നവന് ആ വചനം അതുപോലെ അങ്ങ് വായിക്കുകയാണ് നല്ലതായിരിക്കും. 2 കൊരിന്ത്യർ 9:10 വായിച്ചേ. 9:10 വിതയ്ക്കാൻ വിത്തും വിതയ്ക്കുന്നവന് വിത്തും. നോക്ക്, വിതയ്ക്കുന്നവന് വിത്തും. അപ്പം ഞാൻ വിതയ്ക്കുന്നവനാണെങ്കിൽ ദൈവം പിന്നെയും വിത്ത് തന്നുകൊണ്ടിരിക്കും.
ദാറ്റ് ഈസ് ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് റോങ് ഒരു കാര്യമുണ്ട്. റോങ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്ന, അതല്ല പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഐ എം കണ്ടൻറ്റ് ഇൻ എനി സർക്കംസ്റ്റാൻസ്. ഞാൻ എല്ലാ കാര്യത്തിലും കണ്ടൻറ്റാണ്. എനിക്ക് ലഭിക്കുന്നത് ഈസ് ടു ഡു ഇറ്റ് ഇൻ എ വെരി ഗുഡ് മാനർ എന്ന് പറഞ്ഞാൽ ഐ എം എ സ്റ്റൂവേർഡ്, എ ഗുഡ് സ്റ്റൂവേർഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം എനിക്ക് കിട്ടുന്ന പൈസ 3 നിലയില്ല. ഒന്ന്, ഐ എം ഗിവിങ് ഇറ്റ് ടൈത്ത് എന്ന് പറയുന്നതിൻ്റെ എനിക്ക് പറയാം ഗിഫ്റ്റ് ഓഫ് ലവ് എന്നാണ് ഹെവൻലി ഫീസ്റ്റ് പറയുന്നത്. കാര്യം അവനോ നിശ്ചയിക്കുന്ന എന്ന് പറഞ്ഞാൽ 10-ൽ അധികമായി, ചിലപ്പോൾ 10, 11 ആയിരിക്കും, ചിലപ്പോൾ 15 ആയിരിക്കും. അത് വേറെ എങ്ങുമല്ല. ആ എൻവലപ്പ് ഇട്ട് ഐ വിൽ സീൽ ഇറ്റ് ആൻഡ് ഇറ്റ് ഗോസ് ടു ദ സെൻറ്റർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ചർച്ച്. അവിടെ നിന്നാണ് വചനത്തിൻ്റെ എല്ലാം ഉത്ഭവം വരുന്നത്. 2, നമ്മൾ ഈ 1 കൊരിന്ത്യർ 16:1 പറയുന്നുണ്ട്, നിങ്ങൾ ആഴ്ചതോറും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അതാ ഓഫറിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ ആഴ്ചയിൽ അവിടെ വരുമ്പോഴല്ല, ഞാൻ പ്ലാൻ ചെയ്തിരിക്കുക അല്ലേ. നിങ്ങൾ 1 കൊരിന്ത്യർ 16:1 വായിച്ചേ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാളിൽ, അതായത് സഭായോഗത്തിൽ ചെല്ലുമ്പോൾ ഇടുന്ന ഓഫറിങ്, അത് വെച്ചാണ് അവിടുത്തെ വിശുദ്ധന്മാരുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓഫറിങ്. 3 സാക്രിഫൈസ്. ഇത് 3നും ദൈവം എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തു. എന്തിനാ വാഗ്ദത്തം ചെയ്തേ? നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, നമ്മുടെ മനസ്സാക്ഷിയോട് യേശുവിൻ്റെ കർത്തൃത്വം ഡിക്ലെയർ ചെയ്യാനാണ്. സോ എവിടെയാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ പോകുന്ന സഭയിൽ. ഞാൻ ചൈനയിൽ പോയ സമയത്ത്, ചൈനയിൽ ശുശ്രൂഷ കഴിഞ്ഞ് എന്നെ ഡിന്നറിന് അവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ കൊണ്ടുപോയി. ആ ബിസിനസ്സുകാരൻ കൊണ്ടുപോയ ശേഷം അപ്പം ഇവിടുത്തെ പ്രവർത്തനവും എല്ലാം കണ്ട് വലിയ സന്തോഷത്തിലാണ്. എന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ എന്നോട് പറഞ്ഞു, ഞാൻ $1,00,000 മന്ത്ലി, മാസം ടൈത്ത് എൻ്റെ ചർച്ചിൽ കൊടുക്കാറുണ്ട്. $1,00,000. ഇന്നത്തെ നിലവാരത്തിൽ 75 ലക്ഷം രൂപ ഒരു മാസം. അന്ന് ഏതാണ്ട് 40-50 ലക്ഷം രൂപയാണ്. നിങ്ങളാണ് വാസ്തവത്തിൽ ദൈവവേല ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഈ പൈസ നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുക. നോക്ക്, നല്ലൊരു പ്രലോഭനമായിട്ടുള്ള വാക്കല്ലേ. അപ്പോൾ ഇയാളുടെ പിന്നെ താങ്ക് യു സ്വോത്രം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. കാരണം എന്താ? അത് അർഹിക്കാത്തതാണ്. ആ പോകുന്ന സഭയിൽ വേണം അത് വിതയ്ക്കാൻ. ഈ മനുഷ്യനോട് ഞാൻ തിരുത്തിയിട്ട് പറഞ്ഞു, നോക്ക്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററിന് കൊടുക്കണം. നിങ്ങളുടെ പാസ്റ്ററിൻ്റെ ആണ് കൈകാര്യം ചെയ്യേണ്ടത്. ഹീ ഈസ് ദ സ്റ്റൂവേർഡ് ഓഫ് ദ ചർച്ച്. ഈ മുഴുവൻ പോകുന്നത് നിങ്ങൾ $1 പോലും വേറെ എങ്ങും വിതയ്ക്കരുത്. ചിലർ ഓർക്കുന്നത് എൻ്റെ ടൈത്ത് ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് അഹങ്കാരം വന്നു, നെഗളം വന്നു. ചിലർ എൻ്റെ ടൈത്ത് ഞാൻ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ടൈത്ത് മുഴുവൻ ബാങ്കിൽ വെച്ചിരിക്കുക, എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ കൊടുക്കും. ഉടനെ പരിശുദ്ധാത്മാ എന്നോട് പറയാം, ഇയാളുടെ വിത്ത് മുഴുവൻ അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കുക, എന്നിട്ട് ഇയാൾ വിചാരിക്കുന്നത് കിളുക്കുന്ന നടക്കത്തില്ല. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ വിതച്ചു തീർന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല, അതിനകത്ത് മടുക്കത്തുമില്ല. ഐ വിൽ സീ ഇറ്റ് ഈസ് ഗോയിങ്. ഞാൻ ചെയ്യുന്നത് അതാണ്. ഞാൻ കൊടുക്കുന്നത് ടൈത്തൊന്നുമല്ല, ഞാൻ അതിനേക്കാളൊക്കെ വളരെ അധികമാണ് കൊടുക്കുന്നത്. ചില സമയത്ത് എൻ്റെ കൂടെ വന്നവർക്കറിയാം, നോർത്തിലൊക്കെ പോകുമ്പോൾ ചെക്ക് ബുക്കുമായിട്ടാണ് പോകുന്നത്. ചില സമയത്ത് എനിക്ക് തന്നെ ഓർക്കും മണ്ടത്തരമാണോ. കാര്യം എന്താ? 0 ബാലൻസ് ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. 0 ബാലൻസ്. ഞാൻ അവിടെ വിതയ്ക്കും. ഞാൻ പോകുന്നത് മിക്കവാറും ഇൻറ്റീരിയർ വില്ലേജസ്. ഐ ലവ് ഗോയിങ് ടു ദ നോർത്ത്. എൻ്റെ ഒരു ഹൃദയം മുഴുവൻ നോർത്തിലാണ് കിടക്കുന്നത്. സോ അത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ചില സമയത്ത് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, ഇത് കാണിച്ചത് വല്ലോ അബദ്ധമാണോ? അല്ല. ഞാനൊരു കാര്യം പറയാം. ദൈവരാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കർത്താവ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കും. മാത്രമല്ല വചനം പറയാണ്, ദ ഹോൾ പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ
അതിൻ്റെ ഒരു ഭാഗം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ബാക്കി വിശുദ്ധ പൈസയാകും. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഹോളി, മീനിങ് ടു സേ അനാവശ്യമായി യു വോണ്ട് സ്പെൻഡ് മണി എങ്ങും. സോ ഈ മനുഷ്യനോട് ഞാനിത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് അയാളുടെ ആ സന്തോഷമൊക്കെ അങ്ങ് പോയി. അയാൾ ഓർത്ത് കാണും ഞാൻ ഉടനെ പിന്നെ എന്നെ സാറേ എനിക്ക് അയക്കണം. ഞാൻ പറഞ്ഞു നോക്ക്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ പ്രിൻസിപ്പിൾ, നിങ്ങൾക്ക് എന്നെ സാമ്പത്തികമായി സഹായിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ നിങ്ങളുടേത്, നല്ല ആഗ്രഹം. നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഹെവൻലി ഫീസിന് ഈ പൈസ എങ്ങനെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതാകുന്നത് നിങ്ങളെ നടത്തുന്ന ദൈവദാസനോട് സംസാരിക്കണം. അവരോട് പറയണം, ഇന്ന മിഷൻസിൽ എനിക്ക് കൊടുത്താൽ കൊള്ളാം എന്ന് പറയുമ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അത് കൊടുക്കണ്ട, ഇത്രയും കൊടുത്താൽ മതി, അത്രയും കൊടുത്താൽ മതി എന്ന് പറയുന്നത് അനുഗ്രഹം. കാര്യം എന്നാ, എൻ്റെ മേൽ ആക്കി വെച്ചിരിക്കുന്ന അധികാരമാണ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. സാമ്പത്തികമായി നമ്മൾ മറ്റുള്ളവരെ ഇപ്പം നിങ്ങൾ ഒരു ചർച്ചിൽ പോകുക, ആ ചർച്ചിൽ എന്നാ പറയേണ്ടത്, യു കനോട്ട് ഗിവ് ദ ടൈത്ത് ഞാൻ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് വേറെ വല്ലയിടത്തും കൊടുത്താൽ ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് നോട്ട് എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് അല്ല. ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൺലി ഓൺ സാക്രിഫിഷ്യൽ ഗിവിങ്. അതിനോട്ട് ഞാൻ വരാം. നൗ ഇത് ഞാനീ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റുവേർഡ്ഷിപ്പാണ്, ദൈവരാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയാണ് ഞാനീ പറയുന്നത്. നൗ ആ നടത്തുന്ന ദൈവദാസൻ്റെ അനുവാദത്തോടെ വേണം ആർക്കെങ്കിലും കൊടുക്കാൻ. ചില സമയത്ത് ഒരു മിഷൻസിൽ ഞാൻ പറയാം, ആമോസ് സിംഗ് പാസ്റ്ററിൻ്റെ അവിടെ വി ആർ സപ്പോർട്ടിങ് അവരുടെ 56 സ്റ്റേഷൻസ് വഴി ഒത്തിരി ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾ. ഐ ടു ഗോ ദർ. ചില ഗ്രാമത്തിൽ പോയാൽ കറണ്ട് പോലും ഇല്ല. അവിടെ ഈ ചാണകം എഴിഞ്ഞ ചെറിയ കുടിലുകൾ അവിടെ പോയി നല്ല സന്തോഷമാണ് ഇതിനകത്ത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നൗ അവിടെ മിഷൻസിൽ നിന്നും ആമോസ് സിംഗ് പാസ്റ്ററുമായിട്ട് പിണങ്ങിപ്പോയവരുണ്ട്. ഹു ആർ വെരി ക്ലോസ് ടു മീ. എനിക്ക് ഒത്തിരി പേരുണ്ട് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കാര്യം ഞാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നോട് വളരെ അടുപ്പമുണ്ട്. അടുപ്പമെന്ന് പറഞ്ഞാൽ അതുപോലെ അടുപ്പമായിപ്പോയി. എന്നാൽ ആമോസ് സിംഗ് പാസ്റ്ററിൻ്റെ അവിടെ നിന്ന് വിട്ട് ഇവർ ഇൻഡിപെൻഡൻ്റായി. പിന്നെ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ സാമ്പത്തിക സ്രോതസ് നിൽക്കും. കാര്യം എന്താ, ഞാൻ പിന്നെ ദൈവം അവരുടെ മുമ്പിൽ ചെയ്യത്തില്ല. എങ്ങനെയാണ് ഞാൻ ആമോസ് സിംഗിന് നൽകിക്കൊണ്ടിരുന്നത്, ദാറ്റ് ഈസ് മൈ. അല്ലെങ്കിൽ ആമോസ് സിംഗ് പാസ്റ്റർ പറയണം ഓക്കെ കൊടുത്തോ കുഴപ്പമില്ല, നോ. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ഏതെങ്കിലും ചർച്ചിൽ പോകുക, ആ ചർച്ചിൽ നിങ്ങൾക്ക് ഒരു ദൈവദാസനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അദ്ദേഹം മാറി വേറെ ഒന്നും തുടങ്ങുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ യു ആർ ബിക്കമിങ് ഗോഡ്. നമ്പർ 1, നിങ്ങൾ സാമ്പത്തികമായ ഞെരുക്കത്തിലോട്ട് വരും. കാര്യം ദൈവം നോക്കുമ്പോൾ ഈ വിത്ത് വിതയ്ക്കേണ്ടിടത്തല്ല വിതയ്ക്കുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറയുന്നത് ഇമോഷൻസിലല്ല വിതയ്ക്കേണ്ടത്. എനിക്ക് ഒരാളോട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വിതയ്ക്കുകയല്ല, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളാണ് പറയുന്നത്. ചിലർക്കൊക്കെ എന്നോട് പിണക്കം വരും. കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ എന്നോട് പിണങ്ങി. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഓർത്തത് വലിയ സന്തോഷകരമായ അയാളെ സാറേ എന്ന് ഞാൻ വിളിക്കുന്ന. ഞാൻ തൊടുത്തില്ല. വേണ്ടാത്ത പണം തൊടരുത്. കാര്യം എന്ന് വെച്ചാൽ അത് ദൈവരാജ്യത്തിന് യേശു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഐ എം അക്കൗണ്ടബിൾ. പല സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് പല കാര്യങ്ങളും ആൾക്കാരൊക്കെ വന്ന് ഇന്ന് ആൾക്കാർ ഈ കാര്യമൊന്നും വേണ്ടാത്ത ഒരു സാമ്പത്തിക വിഷയവും എന്നോട് പറയാൻ വരത്തില്ല. ഈ ചിലരൊക്കെ ഉണ്ട്, ഇപ്പോൾ അവിടെ നിന്ന് 100 കോടി ഇങ്ങോട്ട് വരും, ഇങ്ങനെ മറിക്കാം. ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്. എനിക്കത് കേൾക്കണ്ട. കാര്യം ദൈവം ഹെവൻലി ഫീസ്റ്റിനെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഹെവൻലി ഫീസിനകത്ത് ഒരു ഡോണേഴ്സുമില്ല. വിദേശത്തിൽ ഒരു സായിപ്പുമില്ല. പല സായിപ്പുമാരും പല അമേരിക്കയിൽ നിന്നൊക്കെ ഫോൺ വരും, ഈ സായിപ്പ് ഭയങ്കര മിഷൻസുകാരനാണ് കേട്ടോ, അയാളെ ഒന്ന് പ്രസംഗിക്കാൻ ചോദിച്ചാൽ കോടിക്കണക്കിന് രൂപ. ഞാൻ പറയും പോയി കയ്യിൽ വെച്ചിടാൻ പറയും. എൻ്റെ അകത്ത് യേശു ഇരിപ്പുണ്ട്. ഞങ്ങളുടെ അകത്തുള്ള വിശ്വാസികൾ തരുന്ന പണം കൊണ്ട് മതിയെന്നേ സുവിശേഷം. വലുത് ചെയ്യണമെങ്കിൽ കർത്താവ് അത് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളുടെ വിശ്വാസികളെ സമ്പന്നരാക്കും. ഞങ്ങൾ ഹെവൻലി ഫീസിലെ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ച് അവർ കൊടുത്ത് സമ്പന്നരായവരാ. സോ അതിനൊരു പ്രിൻസിപ്പിളുണ്ട്. ഞാൻ അതാ പറഞ്ഞ പ്രിൻസിപ്പിളുണ്ട്. എവിടെയാണ് വിതയ്ക്കേണ്ടത്?
ആ വിതയ്ക്കേണ്ട സ്ഥാനം വളരെ ക്ലാരിറ്റിയോടെ ഞാൻ പറയാം നിങ്ങളുടെ സഭയിൽ. ഈ സഭ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളെ നടത്തുന്നവർ പാസ്റ്റേഴ്സ് ആയിരിക്കാം. ഇപ്പം ഈ സമയത്ത് ലോക്ക്ഡൗണൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ചിലർ എന്നോട് പറഞ്ഞു, തങ്കുറാർ അച്ഛന്മാരുടെ കുറിച്ച് അവരെ കരുതണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വേണോ? നോക്ക്, ദേ ആർ ഓൾസോ അപ്പോയിൻറ്റഡ് അല്ലേ, അവരും അപ്പോയിൻറ്റഡ്. ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 2 വാക്ക് എഴുതിയിട്ടുണ്ട്. അനുസരണവും ബഹുമാനവും 2 വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്, വചനപ്രകാരം ഞാൻ ദൈവത്തിൻ്റെ സത്യപ്രകാരം ആരാധിക്കുന്നതിൽ ആരെയും അനുസരിക്കത്തില്ല, ദൈവത്തെ മാത്രം അനുസരിക്കും. എന്നെ സത്യത്തിൽ നടത്തുന്നവരെ ഞാൻ അനുസരിക്കും. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ബഹുമാനിക്കും. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ചില അപ്പനും അമ്മമാർക്ക് കാഴ്ചപ്പാട് കിട്ടി കാണത്തില്ലായിരിക്കാം. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ എന്നാ പറയണ്ടേ, ബഹുമാനം കൊടുക്കാതിരിക്കരുത്. അവരെ ബഹുമാനിക്കണം അന്ത്യത്തോളം. ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ കാഴ്ചപ്പാട് അവർക്ക് കിട്ടി കാണത്തില്ല. ഇപ്പം എനിക്ക് ലഭിച്ച 6:1-2 വായിക്കാനി, എനിക്ക് ലഭിച്ച എൻ്റെ യേശുവായിട്ട് എനിക്ക് പേഴ്സണലായി ഞാൻ യേശുവിനെ തൊട്ടവനാണ്, യേശുവിനെ സംസാരിച്ചവനാണ്. ഇന്നും ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം വാസ് മൈ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. എന്നാൽ അമ്മച്ചിക്ക് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അമ്മച്ചി പലതും എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. കാര്യം എന്താ? എൻ്റെ അമ്മയാണ് ഞാൻ ബഹുമാനിക്കണം. ചിലർ അങ്ങനെയല്ല, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയും വഴക്ക് പറയും, തരുതല പറഞ്ഞ് അങ്ങ് ബഹളം ചെയ്യരുത്. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ വിശ്വാസിയാണോ, കൂടുതൽ സ്നേഹവും ബഹുമാനവും കൊടുക്കണം അവർക്ക്. കാര്യം അവരുടെ പെർസ്പെക്റ്റീവാണ്. കാര്യം അപ്പനും അമ്മയും കൺസേൺ ഉണ്ട്, അവരെ ബഹുമാനിക്കണം. എന്നാൽ ആരാധന കാര്യത്തിൽ അനുസരണം എന്ന് പറയുന്നത് ദൈവത്തോട് മാത്രം. എന്ന് വായിച്ച്, മക്കളെ നിങ്ങളുടെ അപ്പൻ അമ്മമാരെ കർത്താവിൽ നടത്തുന്ന അപ്പനെയും അമ്മയും അനുസരിപ്പീൻ. അത് ന്യായമാ. നിനക്ക് നന്മ ഉണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? അനുസരണവും ബഹുമാനം 2ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ബഹുമാനിക്കും, 100% ബഹുമാനിക്കും. എൻ്റെ അമ്മ അന്ന് എന്നാ പറയുന്നത്, പ്രയാസമൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്, സംഘർഷം, എന്നെ മോഹം കരി തേപ്പിക്കാനോ എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. റോണക്കൊക്കെ എന്നോട്, കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിന് പപ്പ എന്നത് മറുപടി പറയാത്ത, ഞാൻ പറയത്തില്ല, ബഹുമാനമാണ്. എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ, തിരുമേനിമാർ, നിങ്ങളെ ആത്മീയമായി ഏത് സ്പിരിച്വൽ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാണോ അവിടെ നിങ്ങളെ നടത്തുന്ന മത അധ്യക്ഷന്മാരെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കണം. ഞാൻ എന്നെ ചെറുപ്പത്തിൽ മുതൽ ഞങ്ങൾ പെട്ടെന്നായിരുന്നു വന്നത്. എന്നെ ഗീവർഗീസ് അച്ഛൻ, പിന്നീട് യുവാന്യൂസ് തിരുമേനിയായി ഓർത്തഡോക്സ് സഭയിൽ. അദ്ദേഹമാണ് ആദ്യമേ അച്ഛനായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ആത്മാക്കളെ നേടണം. ദാറ്റ് വാസ് ഹിസ് വേർഡ്. പിന്നീട് ഞാൻ സ്നാനപ്പെട്ട ശേഷം ഞാൻ ആത്മാക്കളെ നേടിയ സമയത്ത് അങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹി വാസ് ലൈക്ക് മൈ ഫാദർ, വി വർ സോ അറ്റാച്ച്ഡ്. എനിക്ക് ഒത്തിരി ഇൻസിഡൻസ് അദ്ദേഹവുമായിട്ട് പറയാനുണ്ട്. വെരി പ്രേയർഫുൾ മാൻ. വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെ എന്നെ കുറ്റപ്പെടുത്തുക, നിന്നെ വളർത്തിയത് ഞാൻ പറഞ്ഞു, തിരുമേനിയല്ലേ പറഞ്ഞ എന്നോട് ആത്മാക്കളെ നേടാൻ, ഇപ്പം ഒത്തിരി പേരെ നേടുന്നുണ്ട്. അദ്ദേഹം തിരുമേനിയാണ്. ഞാൻ പറയാം, എൻ്റെ ഫാമിലി അവസാനത്തോളം അദ്ദേഹം കാലം ചെയ്യുന്ന വരെ ഞങ്ങൾ അവിടെ പോവുകയും, അദ്ദേഹത്തിന് ഡയബറ്റിക് ആയിരുന്നു, ഷുഗർ ഫ്രീ സാധനങ്ങൾ കൊടുക്കുകയും, അദ്ദേഹത്തിന് പ്രയാസം വരുന്ന സമയത്ത് ദയറയിൽ എന്നെ വിളിപ്പിക്കും, തിരുമണം. ഞാൻ പോയി കാലൊക്കെ നന്നായിട്ട് തിരുമും. എന്ന് വെച്ചാൽ വി വർ സോ അറ്റാച്ച്. ബഹുമാനിക്കും, പക്ഷെ വിശ്വാസം എന്താണെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടപ്പെടും എന്ന് പറഞ്ഞാൽ, ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളെ നടത്തുന്ന അച്ഛന്മാർ, തിരുമേനിമാർ, അവരെ പോയി കാണണം, അല്ലെങ്കിൽ ഫോൺ ചെയ്യണം, അവരെ ഒരു ഗിഫ്റ്റ് വല്ലതും അയച്ചു കൊടുക്കണം. ലെറ്റ് ദം ബി ഹാപ്പി. അവരെ ഓണർ ചെയ്യണം. അപ്പോൾ എന്നോട് ഈ ഇന്നലത്തെ സാമ്പത്തിക കാര്യങ്ങളുടെ ഇത് കഴിഞ്ഞ് ഐ ഹാവ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇൻബോക്സ് ഫുള്ളായി. അതുപോലെ ഇമെയിൽസ് ആയിരുന്നു. ബിക്കോസ് ദ കൺഫ്യൂഷൻസ് വർ റിമൂവ്ഡ്. സോ
ബഹുമാനവും അനുസരണവും 2 വാക്ക് നിങ്ങൾ മറക്കില്ല. ബഹുമാനം, വളരെയധികം ബഹുമാനിക്കണം എല്ലാവരെയും. ബിക്കോസ് സ്പിരിച്വൽ അതോറിറ്റിയാണ് ദൈവമാക്കി വെച്ചത്. ഞാൻ അതുപോലെ തന്നെയാണ് മന്ത്രിമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അവരൊക്കെ ഞാൻ ബഹുമാനിക്കും. കാര്യം എന്താ, അവരെ ദൈവമാക്കി വെച്ച അധികാരമാണ്. അപ്പനമ്മയും ബഹുമാനിക്കണം. ഞാൻ അന്ത്യത്തോളം എൻ്റെ അമ്മയുടെ എന്നാ പറയുന്നത് അവസാനം വരെയും, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അമ്മച്ചിക്കും ഈ സത്യം മനസ്സിലായപ്പോൾ അമ്മച്ചിയെ ഞാൻ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. പക്ഷേ സ്നാനപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? സ്നേഹം. നിങ്ങളിൽ ഞാനും സ്നേഹം. നമ്മൾ മതത്തിലല്ല ആയിരിക്കുന്നത്, സ്പിരിച്വലിലായിരിക്കുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് ലവ്. നമ്മൾ അവരെ കാണണം, അവരെ സ്നേഹിക്കണം. നോ, വിതയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടൈത്ത് എവിടെയാണ് പോകേണ്ടത്? ഇറ്റ് ഷുഡ് ഗോ. അപ്പം നിങ്ങൾ എന്നോട് സ്വാഭാവികമായൊരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ സ്പിരിച്വലി ഞാൻ ഇവിടെയാണ്, പക്ഷേ എന്നെ നടത്തിയ അച്ഛന്മാരും തിരുമേനിമാരും കൊടുക്കേണ്ടത് എവിടെയാണ്? സാക്രിഫിഷ്യൽ എന്ന് വെച്ചാൽ ഓഫറിങ്ങും ടൈത്ത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട്. ലവ് ആയിരിക്കണം. തിരുമേനി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു. ഹി വാസ് വെരി സ്ട്രിക്റ്റ്. തിരുമേനി അവസാനമൊക്കെ ആയപ്പം ഡയാലിസിസ് ഒക്കെ ആകുമ്പോൾ ഐ വോണ്ടഡ് ടു പേ ദ മെഡിക്കൽ ബിൽ. സമ്മതിക്കത്തില്ല, വേണ്ട, ഇനി അത് പറഞ്ഞ് നിന്നെ എല്ലാവരോടും ക്രൂശിക്കും, ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഹി യൂസ് ടു. യുവാനിസ് തിരുമേനി ഞാനുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ഞാൻ ദുബായിലായിരിക്കുമ്പോൾ സഭായോഗത്തിന് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ആശുപത്രിയിൽ ഫോൺ വന്നത്. അദ്ദേഹം കാലം ചെയ്തു, അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഐ കുഡ് നോട്ട് പ്രീച്ച് ദാറ്റ് ഡേ. അതുപോലെ അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത്. 2-3 മണിക്കൂർ ഉറങ്ങിയാൽ ബാക്കി മുഴുവൻ സമയം മുട്ടയിൽ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. ബട്ട് ഹി ഓൾവേസ് യൂസ് ടു ലവ് മീ സോ മച്ച്. ഞാൻ പറഞ്ഞു വന്നത്, ഐ റെസ്പെക്റ്റ് ഹിം. എല്ലാവരെയും ബഹുമാനിക്കണം. ഞാൻ നേരത്തെ നമ്മുടെ ഒരു സെഷന് ഞാൻ പറഞ്ഞല്ലോ, കന്യാസ്ത്രീമാർ, അച്ഛന്മാർ, നമ്മൾ അഭയ കേസ് വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ കല്ലെറിയ, ഇന്ന് വേണ്ടാത്ത ട്രോളുകൾ. ഞാൻ നമ്മുടെ സഭായോഗത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, അവരെ കാണുമ്പോൾ അവരോട് പറയണം താങ്ക് യു. ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റിലാണ്. സിസ്റ്റർ റെമീജിയാണ് ആദ്യത്തെ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നത്, 3ാം ക്ലാസ്സിൽ. അവരെ ബഹുമാനിക്കാതിരിക്കരുത്. അവർ വന്നാൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കണം, അവരെ ഇരുത്തണം. ആരോ എന്തോ ഇവിടെയെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കൂടെ കൂടരുത്. നെവർ ഡു ഇറ്റ്. തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവർ വെളിയിൽ പോകരുതായിരുന്നു. ഐ ഫീൽ വെരി സാഡ് വെൻ ഐ സീ ദിസ് ഹാപ്പനിങ്. ഹൃദയത്തിൽ. കാര്യം എന്താ, അവരുടെ അധ്യക്ഷന്മാരുടെ ഇടയിൽ നിന്ന് ദേ ഷുഡ് ഹാവ് കം ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ആർക്കും അഡ്വൈസ് കൊടുക്കുകയല്ല, ഞാൻ എൻ്റെ ഹൃദയമായി പറയുന്നത്. നോ, ഒന്ന് ടൈത്ത് എവിടെ കൊടുക്കണം? ഞാൻ പോകുന്നിടത്ത്. ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റിലാണോ, നിങ്ങൾക്കൊരു എൻവലപ്പ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ബിയോണ്ട് 1/10. ആൻഡ് നമ്മൾ നിശ്ചയിക്കുന്നതാണ് സന്തോഷത്തോടെ, സ്നേഹത്തോടെ. 2 ആണ് ഓഫറിങ്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചത്. 3 സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചായിരുന്നു. ഞാൻ തീർക്കാനുള്ള ധൃതി കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. അത് സുവിശേഷ വേലയ്ക്ക് പൗലോസിന് ഫിലിപ്പിയ സഭയാണ് ഏറ്റവും അധികം. ഇപ്പം ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യൻ മിഷൻസിന് ഞാൻ പോകുമ്പോൾ ഒക്കെ ചിലരുണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ. അവരെപ്പോഴും എന്നെ മനസ്സിനകത്ത് കാണും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില മുഖങ്ങൾ എൻ്റെ മുഖത്ത് വരും എന്ന് പറയുന്ന പോലെ പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ സഭയെക്കുറിച്ച്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ, 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 4 വായിച്ചു. സാക്ഷാൽ ഇണയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ. ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നതിലും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചാൽ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുന്നത് 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാ വായിച്ചേ. 5
ഒന്നാം നാൾ മുതൽ ഇതുവരെയും ആ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ സഭ പൗലോസിനെ അതുപോലെ സാമ്പത്തികമായി അയച്ചു കൊടുക്കും. എപ്പോഴും ഫിനാൻഷ്യൽ കാര്യങ്ങൾ പൗലോസിന് കൊടുക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പ്രത്യേകമായി, ഇത് ഏത് ലേഖനത്തിൽ വായിച്ചോ ഈ ഒരു വാക്ക് കാണത്തില്ല, ഓൾവേസ് റിമെമ്പർ യു, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങളാണ് ഈ സുവിശേഷ വേലയിൽ എനിക്ക് കൂട്ടാളിയായി തീർന്നത്. എന്നിട്ട് 4-ാം അധ്യായത്തിൽ വരുമ്പോൾ താൻ പറയാണ്, 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വായിച്ചു, അല്ലെങ്കിൽ 10 മുതൽ വായിച്ചു. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു. ആദ്യ ദിവസം മുതൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു ഫിനാൻഷ്യലി. എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തം അല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ടു ബി കണ്ടന്റ്, അതാണ് പ്രോസ്പെറിറ്റി. ഏത് അവസ്ഥയിലും ഞാൻ തൃപ്തിയോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ സമൃദ്ധി. ഏതവസ്ഥയിലും. എന്നിട്ട് വായിച്ചു. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലും ഇരിക്കാൻ എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നായിരിക്കുന്നവരിക്കാം, സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എൻ്റെ മുഖം വാടത്തില്ലെന്ന് ചുരുക്കം. ഏതവസ്ഥയിലും ഈ ചിരി അവിടെ തന്നെ കാണും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും വാടിയ മുഖത്തോടെ നിൽക്കത്തില്ല. കാരണം പൗലോസ് കൊരിന്ത്യർ സഭയിലോട് പറയുന്നത്, അകത്ത് മരണം വ്യാപരിച്ചപ്പോഴും വായിന്ന് ജീവന്റെ വാക്കുകളാണ് വരുന്നത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, അനുഗ്രഹിക്കപ്പെടണോ, മുഖം എപ്പോഴും ജീവന്റെ വാക്കുകൾ നാവിലും മുഖത്തിൽ എപ്പോഴും പ്രസാദമായിരിക്കണം. അടുത്ത വാക്യം വായിക്കാം, വചനം. കാരണം എന്താ? എന്നെ ശക്തനാക്കുന്നത് നിങ്ങളുടെ പൈസയല്ല, എന്നെ ശക്തനാക്കുന്നത് എൻ്റെ മിനിസ്ട്രി അല്ല, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം സകലത്തിലും മതിയാവനും. ഇവിടെ പറയാ, ഇൻ വാട്ട് എവർ സ്റ്റേറ്റ്, എനിക്ക് ഏത് സ്ഥലത്താണേലും എൻ്റെ ശക്തിയും ബലവും പണമല്ല, എൻ്റെ കണക്ഷൻസ് അല്ല, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലത്തിലും. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും എനിക്ക് മതിയാ. എനിക്ക് ചില സ്ഥലത്തൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ലൈവ് നിങ്ങളോട് തായ്ലൻഡിൽ നിന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ പ്ലേസ്, അവിടെ ഒരു കുടിലായിരുന്നു. അവിടുത്തെ ഭക്ഷണം എനിക്ക് പിടിക്കത്തില്ല, കഴിക്കാൻ മേലായിരുന്നു. എന്നാലും ഇതാണോ എനിക്ക് വേണ്ടി ഭക്ഷണം, ഇതാണോ താമസ സൗകര്യം, എൻ്റെ വീടറിയാവോ, വലിയ വീട്. ഇത്തരമെങ്കിലും കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ചില നോർത്ത് ഇന്ത്യൻ സ്ഥലത്തൊക്കെ പോകുമ്പം ഇറ്റ് ഈസ് ഹോട്ടലില്ലാത്ത സ്ഥലം, നല്ല ഹോട്ടലുള്ള സ്ഥലത്ത് നല്ലതായിട്ട് തന്നെ ഞാൻ താമസിക്കും, അവിടെ ഞാൻ ദാരിദ്ര്യം കാണിക്കത്തില്ല. എന്നാൽ ചില സ്ഥലത്ത് പോകുമ്പോൾ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ചില ബർഘട്ട് എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ പോയ സമയത്ത്, ഞാൻ പോയത് 15 വർഷം മുമ്പേ പോകുമ്പോൾ കറൻറ്റ് വന്നിട്ടില്ല. അവിടെ ചാണകമെഴുകിയ സ്ഥലം. UP-യിലെ ചില ഗ്രാമങ്ങളിൽ ഞാൻ ആരംഭിച്ച സമയത്ത് ജീസസ് ഫിലിമാണ് കാണുമ്പോൾ രാത്രിയാകുമ്പോൾ പകൽ ചാണകം മെഴുകിയ ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങും, അവിടെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഈ കയറുകെട്ടിലുണ്ട്, അതെല്ലാം കൂടി ഇട്ട് ഗ്രാമവാസികൾ അവിടെ വരും, അവിടെ ജീസസ് ഫിലിം കാണിക്കും. ജീസസ് ഫിലിം കാണിച്ച ശേഷം അവരോട് ഈ യേശു ഇന്നും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് സുവിശേഷം പറയും. എന്തൊരു സന്തോഷമാണ് അവർ തരുന്ന ഭക്ഷണവും. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയും, ഓരോ പ്രാവശ്യം വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നോർത്തിൽ പോയിട്ട് തിരിച്ച് വരാൻ തോന്നത്തില്ല. കാര്യം സിമ്പിൾ ഗോസ്പൽ. ഞങ്ങൾ ഇവിടെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്തിൽ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ബിലാസ്പൂരിൻ്റെ കുറേ അകത്തൊരു ഗ്രാമങ്ങളിൽ, അവിടെ 250 ഗ്രാമങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ ഗ്രാമവാസികളൊക്കെ തന്നെ സ്ഥലം തന്ന് അവിടെ വേറെ ഒരു കെട്ടറവും ഇല്ല, ഹെവൻലി ഫീസ്റ്റിനെ കാണും. അവിടെ നമ്മുടെ ഒരു ബിജു ബ്രദറാണ് പോയി വിശ്വാസത്താൽ വേല തുടങ്ങി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധം അവസാനത്തെ 7 സ്ഥലങ്ങൾ ഞാൻ തന്നെ പോയി അതിൻ്റെ ഉദ്ഘാടനം ഞാൻ ചെന്ന് അദ്ദേഹത്തിനും ഹിന്ദി അറിയത്തില്ല. ഈ പണിതിരിക്കുന്ന ഹോളിനകത്ത് നിറച്ച ആൾ. അപ്പം ഞാൻ ഹിന്ദിയൊക്കെ അറിയാവുന്ന ആളല്ലേ, അപ്പം ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ പ്രസംഗമൊക്കെ റെഡിയാക്കുമോ. ഇദ്ദേഹം പറഞ്ഞ് പൊട്ട ഹിന്ദി എന്തൊക്കെയായി പറയുന്നത്. നിങ്ങൾ ശ്വാസം എടുത്ത് ഷൂ 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 പറഞ്ഞ് ഉടനെ അവരെല്ലാം ഇത് കാണിക്കും. ഞാൻ എഴുന്നേറ്റിട്ട് മർമ്മം പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ ഓർത്ത് തന്നെ ഇവർ ഹിന്ദി അറിയത്തില്ലേ, എൻ്റെ ഭാഷ അവർക്ക് പിടികിട്ടില്ല. പക്ഷെ ഇദ്ദേഹം എഴുന്നേറ്റ് പോകും ഭയങ്കര ആത്മാവിലാകുക. അന്ന് എനിക്ക് മനസ്സിലായി വലിയ മർമ്മമൊന്നും വേണ്ട, ഹൃദയമുണ്ടോ കർത്താവ് ഉപയോഗിക്കും ഒരാളെ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഏത് അവസ്ഥയിലും തൃപ്തിയാണ്. കാര്യം എന്താ? സ്നേഹത്തിൽ. അവിടെയാ മോട്ടിവേഷൻ. വാട്ട് ഈസ് മൈ മോട്ടിവേഷൻ ഫോർ മിനിസ്ട്രി? ഇറ്റ് ഷുഡ് ബി ലവ് ടുവേർഡ്സ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനോടുള്ള സ്നേഹമാണ്. ഇത് വേറെ ഒന്നിനുമല്ല. എന്നിട്ട് താഴോട്ട് പറയാണ്, വായിച്ചു 14. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ മക്കദോനിയയിൽ നിന്നും പുറപ്പെട്ടാരെ നിങ്ങൾ മാത്രമല്ലാതെ വേറെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ ഒരു കൂട്ടായ്മ കാണിച്ചില്ല. നിങ്ങളും അറിയാം. തെസ്സലോനിക്കയിൽ ഞാൻ ചെന്നപ്പോഴും അവിടെയും നിങ്ങളാണ് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നത്. ഞാൻ ദാനം ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ കണക്കിലാണ് ഇതെല്ലാം പലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ നഷ്ടമില്ല. കൊടുക്കും തോറും ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻവെസ്റ്റഡ്. അത് കൊടുത്തുകൊണ്ടിരിക്കും തോറും ഇതിനെ സ്വീകരിക്കുന്ന ഒരാളുണ്ട്, സ്വർഗത്തിൽ ജീവനോടിരിക്കുന്ന യേശു ക്രിസ്തു. ഇവിടെ ഞങ്ങൾ വാങ്ങും, അവിടെ ഒരാൾ സ്വീകരിക്കും എന്നാണ് എബ്രായർ 7 പറയുന്നത്. എന്നിട്ട് വായിച്ചേ താഴോട്ട്. നിങ്ങളുടെ കണക്കിലേക്ക് ഏറെ ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസ. ഇതാണ് സാക്രിഫൈസ്. ആൻഡ് വായിച്ചു. ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ സ്വീറ്റ് സ്മെല്ലിംഗ് അറോമ, an acceptable sacrifice to God. കാര്യം എന്താ? നമ്മൾ ആദ്യമേ നമ്മുടെ ടൈത്ത് മാറ്റി. ടൈത്ത് എന്ന് പറയുന്നത് 10%, അതല്ല, അധികം ഞാൻ മാറ്റി. 2, ഞാൻ ഓരോ ഞായറാഴ്ചയും പോകുമ്പോൾ വിശുദ്ധന്മാരുടെ ചെലവിന് വേണ്ടി, അതിന് വേണ്ടിയത് ഞാൻ ഞായറാഴ്ച അവിടെ ചെന്നിട്ട് പേഴ്സ് തുറന്നെടുക്കുമല്ല, പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ആദ്യ ദിവസം പോയി കൊടുക്കും. 3, എനിക്ക് ഇനിയും ലയബിലിറ്റി. മറ്റേത് 2 ഞാൻ കൊടുക്കേണ്ടത് സ്റ്റീവേർഡാണ്. പക്ഷേ ഒരാവശ്യം വന്നു എന്ന് പറഞ്ഞാൽ പൗലോസിന് പൈസ അയച്ചു കൊടുക്കണം. അതാണ് സാക്രിഫൈസ്. അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണം. അവിടെയാണ് ഗൈഡൻസ്. കാര്യം എന്താ? ഒരാൾ ചുമ്മാ വന്നാൽ എനിക്ക് കഷ്ടമായി, എനിക്ക് തന്നേക്കണം, കൊടുക്കരുത്. നിങ്ങൾ ആരുടെയും ദൈവമാകരുത്. വളരെ ഉറപ്പിക്കണം. എനിക്ക് പറ്റിയ ഒത്തിരി അബദ്ധങ്ങളുണ്ട്. ആ സമയത്ത് ചില സമയത്ത് സാമ്പത്തികമായി വലിയ ഞെരുക്കം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കം വരുന്നു, കർത്താവ് നിനക്ക് പൈസ തന്നാൽ നീ ദൈവമാകുക, നിനക്കിഷ്ടമുള്ളവരെ സഹായിക്കുക. അങ്ങനെയല്ല, ഇറ്റ് ഷുഡ് ബി ഗൈഡഡ് ബൈ മീ. അന്നാ ഞാൻ ഓർത്തത്, ഈ സാക്രിഫിഷ്യൽ ഗിവിനിങ് ഷുഡ് ബി 100% ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. മറ്റേത് 2 എങ്ങും മാറ്റരുത്. മനസ്സിലാകുന്നുണ്ടോ? എവിടെയും വിതയ്ക്കരുത്. ഇത് എനിക്ക് വേണ്ടി ഇറ്റ് ഈസ് ബീങ് ഗിവൺ ടു ദ റൈറ്റ് പ്ലേസ്. അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നിടത്തല്ല ഇടേണ്ടത്. ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദ റൈറ്റ് പ്ലേസ്. 3ാമത്തത് സാക്രിഫിഷ്യൽ ഗിവിങ്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിയോണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഞാൻ യൂറോപ്യൻ കോൺഫറൻസിൽ പോകുന്ന സമയത്ത് അവിടെ അവിടെ മോറിസ് സെറുള്ളോ എന്ന് പറയുന്ന കർത്താവിൽ ശക്തനായ ദേവദാസൻ, അദ്ദേഹം അവിടെ വന്നിരിക്കുക. അദ്ദേഹം ശുശ്രൂഷിക്കാൻ വന്നിരിക്കുക. അദ്ദേഹത്തിന് കാണണമെന്ന് വലിയ വാഞ്ച. അപ്പം ഞാനും സ്പീക്കറാണ്. സോ ഫസ്റ്റ് റോയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് റോയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അന്ന് ആംസ്റ്റർഡാമിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക്
ഓണറേറിയം കിട്ടുന്നുണ്ട്. ഞാൻ പല സഭയിലും പോയി ശുശ്രൂഷിച്ചു. അവർ തന്നിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് ലവ് എനിക്ക് വാങ്ങിച്ചു. ഇത് ഞാൻ പറയുന്നത് 2004 കാര്യം. ഇതെല്ലാം കിട്ടിയിട്ട് വേണം നാട്ടിൽ വന്ന് സഭയുടെ പല ആവശ്യങ്ങളുണ്ട്, ഒത്തിരി കടം ഉണ്ട്, എല്ലാം വാങ്ങിക്കുന്നത് കടം, അത് കഴിഞ്ഞ് അവസാനം ഇതെല്ലാം കൂടെ വന്ന് മുഴുവൻ അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. സോ ആവശ്യമുണ്ട്. സോ അവിടെ വന്ന് ഞാൻ ഇരിക്കുക. അപ്പോൾ ഈ ഹോട്ടലിനകത്ത് ഞാൻ ഈ പണം വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാമിൽ ഒത്തിരി മോഷ്ടാവും ഗുണ്ടൈസും ഒക്കെ ഉള്ളതുകൊണ്ട് ഹോട്ടലിൽ വെക്കാതെ എൻ്റെ കയ്യിലാണ് ഞാൻ പണം വെക്കുന്നത്. ആ പൈസ ഞാൻ പോക്കറ്റിൽ വെച്ചിരിക്കുമ്പോൾ മോറിസ് സെർലോ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഒരു കവറുണ്ട്. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ ഒരു കവറുണ്ട്. നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന മുഴുവൻ ഇപ്പോൾ അതിനകത്ത് ഇടണം, കാരണം എൻ്റെ ടെലിവിഷൻ മിനിസ്ട്രിക്കകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ മനസ്സിലൂടെ ആദ്യമേ പോയൊരു കള്ളന്മാരെ പേടിച്ചാണ് ഞാൻ ഈ പൈസ മുഴുവൻ പോക്കറ്റിൽ വെച്ചത്. ഈ മനുഷ്യൻ അതിനേക്കാളും വലിയ പാർട്ടിയാണല്ലോ, മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോവുകയാണോ? മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ്. എനിക്ക് ആകെപ്പാടെ കാര്യം ഇത് വളരെ അത്യാവശ്യമായി പണം നാട്ടിൽ വരുവാന്ന്. ഞാൻ എന്നാ ചെയ്യണമെന്നറിയാൻ മേലത് ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എപ്പോഴും വിതയ്ക്കാൻ അവസരം കിട്ടത്തില്ല, കിട്ടുന്ന അവസരത്തിൽ അതുപോലെ അനുസരിക്കുക. ഞാൻ വേദന ഉണ്ടകത്ത്, എന്നാലും കർത്താവിനെ അനുസരിക്കാനുള്ള സന്തോഷത്തിൽ പേഴ്സ് എടുത്ത് മുഴുവൻ പൈസയും ആ എൻവലപ്പിലിട്ട് TV മിനിസ്ട്രിക്ക് ഞാൻ വിതയ്ക്കുക. നൗ ദിസ് ഈസ് സാക്രിഫൈസ്. എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇല്ല, പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിതയ്ക്കാൻ പോകുക. അന്ന് ഞങ്ങൾക്ക് TV മിനിസ്ട്രി ഇല്ല. ഞാൻ കർത്താവെ, ഞങ്ങൾക്ക് TV മിനിസ്ട്രി ഇല്ല, എനിക്ക് വേണ്ടി, അതാണ് നമുക്ക് വേണ്ടി, അബൗണ്ട് ഇൻ യോർ അക്കൗണ്ട് എന്ന് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ നിക്ഷേപത്തിലാണ് കൂട്ടിരിക്കുന്നത്, അബൗണ്ട് ഇൻ യോർ അക്കൗണ്ട്. അപ്പം അവിടെ ഞാൻ വിതച്ച് ഞാൻ നാട്ടിൽ വരുമ്പം അവിടെ നടന്നുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റിനകത്ത് 5 മിനിറ്റ് എല്ലാ ദിവസവും മോട്ടിവേഷണൽ വാക്ക് പറയാമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുക. ഏഷ്യ എന്ന് പറയുന്ന മെയിൻ ചാനലല്ല, ACV എന്ന് പറയും. ഞാനത് പറയാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് 2020 എത്ര ചാനലുകളാണ് നമ്മുടെ ഓടുന്നത്. HFTV, ഫേസ്ബുക്ക് കൂടാതെ നാളെ നിങ്ങൾ കാണാൻ പോകുന്ന, നാട്ടിൽ കാണാൻ പോകുന്ന ഹാർവെസ്റ്റ്, ഉത്സവ്, ഗ്രേസ്, എന്നാ പറയുന്നത്, ട്രംപറ്റ് ആൻഡ് സൂര്യ TV, ആയിരക്കണക്കിന് എപ്പിസോഡുകൾ, ഒരു വർഷം കോടിക്കണക്കിന് രൂപ ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വെതറി. ഞാൻ പറയാം, അന്ന് ഒന്ന് വിതച്ചതാണ്, ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നാളെ I will share with you something very important. Same in the giving itself, where you will understand how continued blessing will നടക്കാൻ പറ്റും. I will be sharing the word of God tomorrow. Every day is going to go greater and greater and greater. ആ കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കിങ്ഡം പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ട്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്, ഇത് ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, ദിസ് അനദർ ഗിവിങ്, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വേദയാണ്. സോ എൻ്റെ അനുഗ്രഹത്തിന് ഞാൻ കൊടുക്കുന്നത്. സോ ദർ ആർ പീപ്പിൾ ഹു വിൽ ടെൽ യു ഡു നോട്ട് ഗിവ്, ചെയ്യരുത്, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ഇത് മണ്ടത്തരമാ, അത് പിശാചിൻ്റെ തന്ത്രമാണ്. അതനുസരിക്കാതെ വചനത്തിൽ എഴുതിയിരിക്കുന്നതും നടത്തുന്നവരനുസരിക്കുന്നതും, ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് യു ക്യാൻ ഹാവ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകുക. ഐ നോ ദ ടൈം ഹാസ് ഗോൺ ടു 8:20. someone showed me a watch. If you are in a hurry, you can go. But let everyone who wants to know the word, study the word. I am led by the Lord, and I can always feel the power of God, the power of the Holy Spirit when I am talking. എനിക്കറിയാം. And I know when the release happens. ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഐ വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ബി റിലീസ്ഡ്. യേശു തൻ്റെ ധനത്തിന് തക്കവണ്ണം റിലീസ് ചെയ്യും. ഇന്നും രാത്രി പ്രാർത്ഥിക്കാൻ പോകും. ഈ ദിവസങ്ങളിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഐ ടെൽ യു, നെവർ എവർ ലുക്ക് ഡൗൺ അപ്പോൺ യുവർ സെൽഫ്. യേശുവിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയൊരു ബ്രേക്ക് ത്രൂ കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. വചനം നമ്മളെ അനുസരണത്തിൽ കൊണ്ടുവരുമ്പോൾ അനുസരിക്കുന്നവർക്ക് കർത്താവെ
എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, കേൾവിക്കാർ മാത്രമല്ല അതിന് ചെയ്യുന്നവൻ, അവിടെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങളോ അവരുടെ കൂടെ വന്ന് വസിക്കും. That is the real prosperity, the eternal life that is in me, God living in me. That is the most prosperous experience. യേശുവിൻ്റെ നാമത്തിൽ ഹിടുക്കങ്ങളെല്ലാം മാറട്ടെ. അത്ഭുതകരമായി കർത്താവ് വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ ദയക്കായി സ്തോത്രം. Father, I pray that you will release a powerful anointing upon everyone who is listening to me, everyone who is joyfully receiving the word. യേശുവിൻ്റെ നാമത്തിൽ I release a powerful anointing for the financial area. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ 8:30 റോണക്കിൻ്റെ റൈസ് ആൻഡ് ഷൈൻ ഉണ്ട്. സഭായോഗം രാവിലെ ആസ് യൂഷ്വൽ 11 മണിക്ക് ആണോ 10:30 11 അല്ലേ? 11 ആകുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ഓൾ ദോസ് TVs, ടെലിവിഷനിലുണ്ട്. And of course HF TVയിലും Facebook ലൈവും ഉണ്ട്. Tomorrow's message, don't miss it. I am making a book out of it. Vision, how to unlock God's power in your life. അത് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ഓവർ ദ മെസ്സേജ്, ഈ എന്നാ പറയുന്ന ഒരു മണിക്കൂർ സംതിങ് ഞാൻ മെസ്സേജ് പറഞ്ഞ് അതിനകത്ത് ഒതുങ്ങത്തില്ല. ഹൗ we reached over here. It is a story of mine. 25 വർഷം തിരിഞ്ഞ് നോക്കി ദൈവം ഇവിടെ കൊണ്ട് എത്തിച്ചത്. It is a vision that was cast in me. It was the power of God. How to unlock God's blessing in your life. So I will be writing a booklet on it. നാളെ അതിൻ്റെ നോട്ട്സ് I was just penning down some of the thing. It is amazing. It is amazing. ദൈവം നമ്മളെ ഒരു മതഭക്തനാക്കാനല്ല ആഗ്രഹിക്കുന്നത്, തന്നെ പോലെ തന്നെ ഭൂമിയിൽ വാഴ്ചയോടെ നടക്കാനാണ് ആഗ്രഹം. സോ നാളെ രാത്രി 8:30 വീണ്ടും വി വിൽ ബി ദെയർ. നാളെ ഗിവിങ്ങിനെ കുറിച്ചായിരിക്കാം, ബട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്കറിയണം. ആൻഡ് ഓൾസോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ ടൈം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു.